പ്രവാചകരുടെ കാലത്തുതന്നെ ഇസ്ലാം വന്നുവെന്ന് പറയപ്പെടുന്ന കേരളത്തിൽ വഴിവിളക്കുകളായി കത്തിനിൽക്കാൻ ഭാഗ്യം ചെയ്ത ഉലമാക്കളുണ്ടായത് നമ്മുടെ കാരണവന്മാരുടെ സുഹൃതം. പൊന്നാനിപ്പള്ളി കേന്ദ്രമായി ലോകപ്രശസ്തരായ പണ്ഡിത സിംഹങ്ങളെ പ്രസവിക്കാൻ കേരളത്തിന് ഭാഗ്യമുണ്ടായി. പ്രഭ പ്രസരിച്ച ആ തേജസ്സുകൾ അനിവാര്യ സമയമായപ്പോൾ വലിയ വിളക്കുമാടമായി ഒത്തുചേർന്നു. മുന്നിൽ മാർഗദർശിയായി നിന്നത് പണ്ഡിത സിംഹം ഉസ്താദുൽ അസാദീദ് ശംസുൽ ഉലമാഇ വദ്ദീൻ മൗലാനൽ മർഹൂം ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു അവർകൾ. അനർഘങ്ങളായ ആ മൂന്നക്ഷരമാണ് ഉലമാക്കളുടെ കുലപതി. അവർ നട്ട തൈവൃക്ഷങ്ങൾ പടർന്നു പന്തലിച്ച് തണൽ വിരിച്ച് കേരളത്തിലെ സത്യവിശ്വാസികൾക്ക് അഭയം നൽകി. വണ്ടൂരിലെ തൈമരം മഹാവൃക്ഷമായി പടർന്നു. അവരുടെ ബറക്കത്തുള്ള ഫലമായിരുന്നു മൗലാന നജീബ് ഉസ്താദ്. ജീവിക്കുന്ന ഒരത്ഭുതമായി ആ രാപ്പകലുകൾ. മികച്ച സംഘാടകൻ, മുദർരിസ്, പ്രഭാഷകൻ, എഴുത്തുകാരൻ, ഗ്രന്ഥകാരൻ, മുഫ്തി എന്നിങ്ങനെ വിവിധ വിശേഷണങ്ങളിൽ അറിയപ്പെട്ട മൗലാന നജീബ് ഉസ്താദ് സംഘടനാ രംഗത്ത് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ മുശാവറ അംഗം, ജംഇയ്യത്തിന്റെ വക്താവ്, കേരള സംസ്ഥാന മതവിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി, കേരള സുന്നി ജമാഅത്ത് ഓർഗനൈസിംഗ് സെക്രട്ടറി, സുന്നി യുവജന ഫെഡറേഷൻ കേന്ദ്ര സമിതി അംഗം എന്നീ പദവികൾ വഹിക്കുന്നു. വണ്ടൂർ ജാമിയ വഹബിയ, മഞ്ചേരി ദാറുസുന്ന എന്നീ സ്ഥാപനങ്ങളിൽ സ്ഥിരം മുദരിസും, കർണാടകയിലെ സുള്യ ഹാമിദാബാദിൽ ജാമിഅ ബുഖാരിയ അറബിയയിലെ വിസിറ്റിംഗ് പ്രൊഫസറുമായി മതാധ്യാപന രംഗത്തും, നുസ്രത്തുൽ അനാം ബുൽബുൽ മാസികകളുടെ എഡിറ്ററും, ഇസ്ലാമിക പ്രസാധക സംഘം IPS ചെയർമാനുമായി പത്ര പ്രസിദ്ധീകരണ രംഗത്തും നിറഞ്ഞു നിൽക്കുന്നു. 50-ൽ പരം ഗ്രന്ഥങ്ങൾ രചിച്ച അദ്ദേഹത്തിന്റെ 3000-ലധികം ഫത്വകൾ ഇതിനകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 3 ദശാബ്ദത്തിനിടയിൽ 2500-ലധികം പ്രഭാഷണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പല മഹല്ലുകളിൽ ഖാദിയുമാണ്. മഞ്ചേരി ദാറുസുന്ന കേന്ദ്രമായുള്ള ഇസ്ലാമിക് ദഅവ ഫാക്കൽറ്റി മേധാവിയായ അദ്ദേഹത്തിന് കേരളത്തിനകത്തും പുറത്തും ഇസ്ലാമിക പ്രബോധനത്തിൽ MD, മൗലവി, ദാഇ, ബിരുദാനന്തര ബിരുദം നേടിയ 100 കണക്കിന് ശിഷ്യന്മാരുണ്ട്. 2009 ഏപ്രിൽ 4-ന് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ ആ മഹാമനീഷിക്ക് മൗലാന ഖുതുബി അവാർഡ് സമ്മാനിച്ചു. അറിവുകൾ മുഴുവനും സ്വായത്തമാക്കുമ്പോഴും വിനയത്തിന്റെ ഉദാത്തമായ മാതൃക രചിക്കുകയാണ് അവിടുന്ന്. അറിവുകളിൽ നിന്ന് അറിവുകളിലേക്ക് ലോകത്തെ കൈപിടിച്ചുയർത്തുമ്പോഴും വിനയത്തിൽ നിന്ന് വിനയത്തിലേക്കുള്ള യാത്രയാണ് ആ മഹാനുഭാവന്റെ ജീവിതത്തിൽ നാം കാണുന്നത്. കേരള ജനതയുടെ മനസാക്ഷിയുടെ അംഗീകാരമായി ഈ പുരസ്കാരം മൗലാന ഖുതുബി തങ്ങളുടെ പേരിൽ ആ മഹാനുഭാവന്റെ പാതയിൽ തന്നെ വിട്ടുവീഴ്ചയില്ലാതെ സഞ്ചരിച്ച മറ്റൊരു മഹാപ്രതിഭയ്ക്ക് സമർപ്പിക്കുകയാണ്. സമകാലികരുടെ മിഴികളിൽ ആ മനീഷിയുടെ പ്രതിഭാവിലാസത്തിന്റെ നേർസാക്ഷ്യങ്ങൾ ഒരുക്കഴിക്കുന്ന ഈ ചടങ്ങിൽ കേരളത്തിലെ എല്ലാ വിഭാഗം പ്രഗത്ഭരും എത്തിച്ചേർന്നു. അറിവിന്റെ വർണ്ണജാലകം തുറന്ന് നമ്മുടെ നേതാക്കൾ നമ്മോട് സംസാരിക്കുകയാണ്. പ്രവാസ ജീവിതം സമ്മാനിക്കുന്ന യാതനയേറുന്ന ദിനരാത്രങ്ങൾ, വീണുകിട്ടുന്ന ഒഴിവു നേരങ്ങളിൽ വിനോദത്തിൽ വിയർപ്പുണക്കുന്ന ആയിരങ്ങൾ, വിദേശത്ത് ഒരു മെഴുകുതിരി പോലെ നമുക്ക് വേണ്ടി ഒരുകിത്തീരുന്ന നമ്മുടെ സഹോദരങ്ങൾ, തപിക്കുന്ന മനസ്സിനെ തണുപ്പിക്കാൻ കേരളത്തിന്റെ അനുഗ്രഹീത യുവത പുണ്യങ്ങൾ തേടി യാത്രയാവുകയാണ്. ആ ഉറവയിൽ നിന്ന് ദാഹം തീർത്ത് എത്രയെത്ര അവശർ ഇതാ സുന്നി യുവജന ഫെഡറേഷന്റെ പേരിൽ സത്യവിശ്വാസത്തിന്റെ ഈറ്റില്ലമായ സൗദി അറേബ്യയിലും വിശ്വത്തിന്റെ നെറുകയിലെത്തിയ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലും നമ്മുടെ സഹോദരങ്ങൾ ഒത്തുചേർന്ന് സുഹൃത്തുക്കൾ തീർക്കുകയാണ്. കേരളത്തിലെ
അത്ഭുത പ്രതിഭയായ ഏറ്റവും നല്ല ഇസ്ലാമിക പ്രബോധകന് മഹാനായ ശംസുൽ ഉലമ ഖുതുബി അവാർഡ് ഇവർ സംയുക്തമായി സമർപ്പിക്കുന്നു. യാതനകളിൽ ഒരു താങ്ങായി, വേദനയ്ക്കൊരു സംഹാരിയായി, അർഹതകൾക്കുള്ള അംഗീകാരമായി എന്നും നമ്മോടൊപ്പം സഞ്ചരിച്ച SYF സൗദി നാഷണൽ നേതാക്കൾ സയ്യിദ് അഷ്റഫ് ബാഹസൻ തങ്ങൾ റിയാദ്, AN സിറാജുദ്ദീൻ മൗലവി ദമം, OK ഉമർ സാഹിബ് ജിദ്ദ, AT അഹമ്മദ് കുട്ടി അഞ്ചച്ചവടി ദമാം തുടങ്ങി ഒരുപിടി സഹോദരങ്ങൾ, UAE നാഷണൽ കമ്മിറ്റി അംഗങ്ങളായ സയ്യിദ് VCK തങ്ങൾ ദുബൈ, PT ആലിക്കോയ മൗലവി, അബൂബക്കർ മൗലവി ഇരുമ്പാലശ്ശേരി, അസയ്യിദ് കൊടക്കൽ സിദ്ദീഖ് സഖാഫ് തങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ കുറെ പ്രവർത്തകർ UAE-യിലും. സുഹൃതങ്ങളുടെ വഴിയിൽ എന്നും ഇവർ നമ്മോടൊപ്പമുണ്ട്. SYF സൗദി UAE നാഷണൽ കമ്മിറ്റിയുടെ 1000 അഭിവാദ്യങ്ങൾ. ഉസ്താദുൽ അസാദീദ് മൗലാന താഴേക്കോട് കുഞ്ഞലവി മുസ്ലിയാർക്കും ശംസുൽ ഉലമ കീഴനവൂർക്കും ശേഷം കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ അമരത്തിരുന്ന് നയിക്കുന്ന ആദരണീയരായ പ്രസിഡന്റ് മൗലാന NK മുഹമ്മദ് മുസ്ലിയാർ ദുആക്ക് നേതൃത്വം കൊടുക്കുന്നു. കാൽനൂറ്റാണ്ടുകാലം സംഘത്തിന്റെ പടക്കുതിരയായ മൗലാന സമദ് മൗലവി മണ്ണാർമല ഈ പ്രൗഢമായ സദസ്സിന് സ്വാഗതം പറയുകയാണ്. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് റസൂലില്ലാഹ്. അമ്മാ ബഅദ്. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് സൗദി SYF നാഷണൽ കമ്മിറ്റിയും UAE കമ്മിറ്റിയും കൂടി സംയുക്തമായാണ്. അവർ ഒരു അവാർഡ് കൊടുക്കണം. ആരുടെ പേരിൽ? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖുതുബി നവ്വറല്ലാഹു മർഖദഹു മഹാനവറുടെ പേരിൽ ഒരു അവാർഡ് കൊടുക്കണമെന്ന് ഈ 2 കമ്മിറ്റിയും സംയുക്തമായി തീരുമാനിച്ചു. കാരണം മഹാനായ ഖുതുബി എന്ന് പറഞ്ഞാൽ ഇവിടെ പലർക്കും അത് അദ്ദേഹത്തെ നേരിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. 1966 അദ്ദേഹം വഫാത്തായിരിക്കുന്നു. പക്ഷേ ഇവിടുത്തെ ഉലമാക്കൾ ബഹുഭൂരിപക്ഷവും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരോ ആയിട്ടാണ് ഉള്ളത്. കേരളത്തിലെ അത്ര തലയെടുപ്പുള്ളൊരു പണ്ഡിതൻ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എക്കാലത്തെയും അനിഷേധ്യ നേതാവായിരുന്നു അദ്ദേഹം. സമസ്ത എന്തൊരു തീരുമാനമെടുക്കുമ്പോഴും മഹാനായ ആ പണ്ഡിത സൂര്യനോട് ശംസുൽ ഉലമയോട് അന്വേഷിച്ചുകൊണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത്. അങ്ങനെ അദ്ദേഹം 1966 വരെ ഈ നില തുടർന്നു. അവിടെ വെച്ച് അദ്ദേഹം വഫാത്തായി. അദ്ദേഹം ചൊക്ലിയിലാണ് വഫാത്തായതെങ്കിലും മലപ്പുറം ജില്ലയിലെ കൊടുവായൂരിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. സത്യത്തിൽ നിന്ന് അണുവോളം വ്യതിചലിക്കാതെ ആ പഴയ പാരമ്പര്യത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അത് തൻ്റെ ശിഷ്യന്മാരും നാട്ടുകാരും ലോകത്തോടും വിളിച്ചു പറഞ്ഞുകൊണ്ട് ജീവിച്ച് 1966 ചൊക്ലിയിൽ അവസാനിച്ചൊരു ജീവിതമാണ് മഹാനുഭാവൻ്റേത്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് നൽകണം ഈ കമ്മിറ്റി തീരുമാനിച്ചു. ആ കമ്മിറ്റി ചിന്തിച്ചു ആരെയായിരിക്കണം അതിന് തിരഞ്ഞെടുക്കേണ്ടത്. അവർ ഒരു ജൂറി അംഗങ്ങളായി 4-5 പേർ അതിലേക്ക് രംഗത്ത് വന്നു. അവരത് ആരൊക്കെയായിരുന്നു ആൾക്കാരെന്നറിയോ? ഒന്ന് മഹാനായ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട ഇരിക്കുന്ന നമ്മുടെ ഇന്നിവിടെ പ്രാർത്ഥന നിർവഹിച്ചു തന്ന മഹാനായ നമ്മുടെ NK മഹാനവർകൾ. മറ്റൊന്ന്
SYFിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഹസൻ സഖാഫ് തങ്ങൾ അദ്ദേഹമാണ്. മറ്റൊന്ന് SYFിൻ്റെ സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് അഷ്റഫ് ബാഹസൻ തങ്ങൾ ചെട്ടിപ്പടി. മറ്റൊരാൾ കേരള സംസ്ഥാന മതവിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ CK മുഹമ്മദ് അസ്ഗർ മൗലവി. ഇങ്ങനെ ഇവർ കൂടി തീരുമാനിച്ചു ഈ അവാർഡ് ആർക്ക് കൊടുക്കണം. അവർ ആലോചിച്ചു ഉറച്ചു, ഒരുപാട് ചിന്തിച്ചു. പഴയ പാരമ്പര്യം മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ നിന്ന് അണുവള വ്യതിചലിക്കാതെ ഉള്ള ഒരു ആലിമിന്, ഒരു പണ്ഡിതന്, ഒരു തികഞ്ഞ പണ്ഡിതന് ഇത് നൽകണമെന്ന് അവർ തീരുമാനിച്ചു. ആരായിരിക്കണം അത്? അങ്ങനെ അവർ തീരുമാനിച്ചു നമ്മുടെ ബഹുമാനപ്പെട്ട മൗലാന നജീബ് മൗലവി അവർകളെയാണ് അവർ ഇതിനെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തത്. നജീബ് മൗലവിയെക്കുറിച്ച് നമുക്കൊന്നും പറയേണ്ടതില്ല. അത്ര കണ്ട് അദ്ദേഹം ഇന്ന് പ്രശസ്തനായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം 50-ൽ പരം മഹത്തായ കൃതികൾ രചിച്ച ഒരാളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദ് അവർകൾ. മാത്രമോ, 4 നൂറ്റാണ്ട് കാലം ഈ SYFിനെ നിയന്ത്രിച്ച് അതിൻ്റെ സെക്രട്ടറിയായും ഇപ്പോൾ അതിൻ്റെ അംഗമായും ഇപ്പോഴും സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക പ്രസാധക സംഘടനയായ IPSൻ്റെ ചെയർമാൻ, കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗം, കേരള സുന്നി ജമാഅത്ത് ഓർഗനൈസിംഗ് സെക്രട്ടറി, കേരള സംസ്ഥാന മതവിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറിയും മറ്റും, ജാമിയ വഹബിയ അറബിക് കോളേജ് വണ്ടൂരിലും മഞ്ചേരി ദാറുസുന്നയിലും സ്ഥിരം മുദരിസ്. മാത്രമല്ല 2500-3000-ഓളം പ്രഭാഷണങ്ങൾ, അർത്ഥവത്തായ പ്രഭാഷണങ്ങൾ അദ്ദേഹം ഈ കാലഘട്ടത്തിനുള്ളിൽ നടത്തിക്കഴിഞ്ഞു. 3000-ഓളം അതിൽ പരമോ ഫത്വകൾ, അദ്ദേഹം നൽകിയ ഫത്വകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ക്രോഡീകരിക്കാത്ത ഫത്വകൾ ധാരാളം വേറെയുണ്ട്. ഇത് പുസ്തക രൂപത്തിലായിരിക്കുന്നു. 3000-ൽ പരം ഫത്വകൾ. നേർക്കുനേർ പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ തനതായ ആശയം പരസ്യമായി സ്റ്റേജിൽ അവതരിപ്പിച്ച് സംശയക്കാരോട് സംശയമുണ്ടെങ്കിൽ ചോദിക്കൂ എന്ന് നേർക്കുനേർ ചോദിച്ച് ഉത്തരം കൊടുത്തുകൊണ്ട് ഒരു പരിപാടി തന്നെ അവരുണ്ടാക്കി. അതിൻ്റെ നട്ടല്. ഇതിൻ്റെ ഒക്കെ പുറമെ കർണാടക സുള്യ ഹാമിദാബാദിൽ ജാമിയ ബുഹാരിയ അറബിക് കോളേജിലെ വിസിറ്റിംഗ് ലെക്ചർ, അതുമാണ് അദ്ദേഹം. ഒരുപാട് സ്ഥലങ്ങളിലെ ഖാദിയും. ഇതെല്ലാം കൂടി ഒത്തിണങ്ങിയ ഒരു മനുഷ്യൻ, ഒരു പണ്ഡിതൻ. ഈ കമ്മിറ്റി ജൂറി അംഗങ്ങൾ പരിശോധിച്ചിട്ട് അദ്ദേഹത്തെ അല്ലാതെ കണ്ടില്ല. അതിനോടൊപ്പം ഒരൊന്നാം തരം പ്രാസംഗികൻ പ്രസംഗത്തിൽ എന്തെങ്കിലും പദം, വാക്കുകൾ വെറുതെ കൂട്ടുകയോ കുറക്കുകയില്ല. വളരെ കറക്റ്റായിരിക്കും, ഫിറ്റായിരിക്കും. അത്ര സുന്ദരമായ പദങ്ങൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായ ആശയങ്ങളെയും അദ്ദേഹം വിവരിക്കുന്ന പ്രാസംഗികൻ. എല്ലാവർക്കും ഈ തൗഫീഖ് ഒത്തുകൂടിക്കൊള്ളുന്നില്ല. കേരളത്തിനകത്തും പുറത്തും ധാരാളം ശിഷ്യന്മാർ, കേരളത്തിനകത്തും പുറത്തും ധാരാളം അദ്ദേഹത്തിൻ്റെ പരിപാടികൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരൊഴിവുമില്ല. ഞങ്ങളൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ട്, ഇത് എങ്ങനെ കഴിയുന്നു ഒരു മനുഷ്യനെ കൊണ്ട്? മനുഷ്യ കഴിവിന് അതീതമാണല്ലോ ഇതൊക്കെയെന്ന്. ഏത് സമയം. അതേസമയത്ത് നുസ്രത്തുൽ അനാം, ബുൽബുൽ എന്നീ 2 പത്രങ്ങളുടെ എഡിറ്റർ, പോരെ പൂരം, ഇതുകളൊക്കെയും അദ്ദേഹം ഒന്നിച്ചുകൊണ്ട് നടത്തുന്നു. ഒരു ലക്കവും മുടങ്ങാതെ എവിടെ വിളിച്ചാലും ഏത് നേർക്കുനേർ പരിപാടിയിലും ഏത് വിഷയം കൊടുത്താലും അവതരിപ്പിച്ചുകൊണ്ടും അദ്ദേഹം നടക്കുന്നു. അദ്ദേഹത്തിന് അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഒരുപാട് നേതാക്കന്മാരിവിടെയുണ്ട്. ആ നേതാക്കന്മാരുടെ ഒക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരും ഒന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. അവർക്ക് സ്വാഗതം പറയുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. ഇവിടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സമദാനി സാഹിബ് അവറുകളാണ്. സമദാനി എന്ന് പറഞ്ഞാൽ ഒന്നും ചിന്തിക്കേണ്ടതില്ലല്ലോ. പിന്നെ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാന്യരായ
ജനാബ് അബ്ദുസ്സമദ് സമദാനി സാഹിബ് അവരുകളെ ക്ഷണിച്ചുകൊള്ളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ജാഇലിൽ ലൗഹി വൽ ഖലം. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വ നബിയ്യിനാ വ ഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം അൽ മബ്ഊത്ത് ഇലാ കാഫത്തിൽ ഉമം വ അലാ ആലിഹി വ സഹ്ബിഹി അഹ്ലിൽ ജൂദി വൽ കറം. സുപ്രധാനമായ ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന അഭിവന്ദ്യനായ സയ്യിദ് അബ്ദുൽ ജബ്ബാർ ശിഹാബ് തങ്ങൾ അവർകളെ ഷംസുൽ ഉലമ ഖുത്ബി അവാർഡ് ഇവിടെ നൽകാൻ ആഗതനായിട്ടുള്ള അഭിവന്ദ്യനും പ്രിയങ്കരനുമായ സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ അവർകളെ, വേദിയിലുള്ള ബഹുമാന്യരായ പണ്ഡിതവര്യന്മാരായ പ്രശസ്തിപത്ര സമർപ്പണം നിർവഹിക്കാനിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ രാമന്തളി അവർകളെ, അഭിവന്ദ്യനായ മൗലാന എൻ കെ മുഹമ്മദ് മൗലവി അവർകളെ, വേദിയിലുള്ള ബഹുമാന്യരായ ഇന്നത്തെ അവാർഡ് ജേതാവും പ്രമുഖ പണ്ഡിതനുമായ ഉസ്താദ് നജീബ് മൗലവി സാഹിബ് അവർകളെ, അഭിവന്ദ്യ സുഹൃത്ത് ഷാദുലി സാഹിബ്, നാദാപുരം ഖാലി ബഹുമാനപ്പെട്ട പി അഹമ്മദ് മുസ്ലിയാർ, പ്രിയ സ്നേഹിതൻ അഡ്വക്കറ്റ് ഫാറൂഖി മുഹമ്മദ് സാഹിബ് അടക്കം വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, വിശിഷ്ടാതിഥികളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, തെരഞ്ഞെടുപ്പിൻ്റെ ചൂടുപിടിച്ച പ്രവർത്തനങ്ങൾ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തകൃതിയായി നടന്നു വരികയും മിക്കവാറും എല്ലാവരും ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അതിൽ വ്യാപൃതരാവുകയും ചെയ്തിട്ടുള്ള സമയത്താണ് ഈ അറിവിൻ്റെ സദസ്സിലേക്ക് എത്തിച്ചേരുവാൻ എനിക്കും മറ്റു പലരെ പോലെ സൗഭാഗ്യമുണ്ടായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിച്ച് ഇവിടെ നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട കർമ്മങ്ങൾക്ക് തമസമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവാർഡ് ദാനം, അധ്യക്ഷ പ്രസംഗം, പ്രശസ്തിപത്ര സമർപ്പണം എല്ലാം കൂടി വളരെ വിപുലമായ പരിപാടികളാണ് ഇവിടെ നടക്കാനുള്ളത്. അതുകൊണ്ട് വാക്കുകൾ കഴിയുന്നത്ര ചുരുക്കി പറയാനാണ് ഈ അവസരത്തിൽ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നിർബന്ധിച്ചിട്ടും അധ്യക്ഷ പ്രസംഗം നടത്താതെ എന്നെ ക്ഷണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നജീബ് മൗലവി സാഹിബ് വിവിധ രംഗങ്ങളിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഞാനിവിടെ പറയുന്നത് തീർത്തും അഭംഗിയായിരിക്കും. ഒന്ന്, ഈ സദസ്സിനും കേരളത്തിനും അദ്ദേഹം സുപരിചിതനാണ്. അറിവിൻ്റെ ലോകത്ത് അദ്ദേഹത്തിന് സ്വന്തമായ പാതയുണ്ട്, സ്വന്തമായ വ്യക്തിത്വമുണ്ട്, സ്വന്തമായ ഇടമുണ്ട്, സ്വന്തമായ പദവിയുണ്ട്. അതുകൊണ്ട് ഇതുപോലൊരു സദസ്സിൽ അദ്ദേഹത്തെക്കുറിച്ച് ഏറെ പറയുന്നത് ഭൂഷണമല്ല. മാത്രവുമല്ല, അവാർഡ് ലഭിക്കുന്ന സമയത്തൊക്കെ അവാർഡ് ജേതാവിനെക്കുറിച്ച് പറയുന്നത് മര്യാദയാണെങ്കിലും അത് മുഖസ്തുതിയാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായ കടമയും ദീനിയായി സൂക്ഷ്മതയുടെ അടിസ്ഥാനത്തിൽ ഈ വക കാര്യങ്ങളെ കാണുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. പക്ഷേ എന്നാലും അതല്ലാത്ത രീതിയിൽ ഇതുപോലുള്ള ഒരു ആദരത്തിൻ്റെ ചടങ്ങിൽ നമ്മൾ ഹൃദയപൂർവ്വം പറയുന്ന നല്ല വാക്കുകൾ, നമ്മൾ മനസ്സിൽ നിന്ന് പറയുന്ന നല്ല വാക്കുകൾ, തീർച്ചയായും സതുദ്ദേശപരമായ ആ വാക്കുകൾക്ക് ഔചിത്യമുണ്ട്, പ്രസക്തിയുണ്ട്. ഉസ്താദ് നജീബ് മൗലവി സാഹിബിനെ പോലുള്ള ഒരു കർമ്മനിരതനായ വ്യക്തിക്ക് ഇനിയും കൂടുതൽ കർമ്മനിരതനായി മുന്നോട്ട് പോകാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിൽ പോലും നമ്മുടെയൊക്കെ ഈ സ്നേഹമസൃണമായ സംഗമം, കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ സ്നേഹമസൃണമായ സംഗമം അദ്ദേഹത്തിൻ്റെ ഭാവി കർമ്മപഥങ്ങൾക്ക് തീർച്ചയായും പ്രചോദനവും കൂടുതൽ ആവേശവും ഉണർവും നൽകുമെന്നും ഞാൻ പ്രത്യാശിക്കുന്നുണ്ട്, നിങ്ങളേവരെയും പോലെ. ഞാനിവിടെ ഒരേ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് ഇന്നത്തെ ദിവസം ഉദ്ദേശിച്ചത്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. നജീബ് മൗലവിയെ ആദരിക്കുന്ന ഒരു ചടങ്ങിനെ അറിവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമേ എന്നെപ്പോലുള്ള ആളുകൾക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ.
ഈ അറിവ് എന്ന് പറയുന്ന സംഗതി ഇന്ന് നമ്മുടെ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് എന്തുകൊണ്ടാണ് അസ്തമിച്ചു കൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അതിന് ശോഷണം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു വിചിന്തനത്തിന് നജീബ് മൗലവിക്കുള്ള ഈ അവാർഡ് ദാനം ഹേതുകമാകണം എന്നാണ് വ്യക്തിപരമായിട്ട് ഞാൻ ആശിക്കുകയും അഭിലഷിക്കുകയും ചെയ്യുന്നത്. അതായത് കേരളത്തിൽ ഒരു കാലത്ത് ദർസ് സമ്പ്രദായം വളരെ സജീവമായി നിലനിന്നിരുന്നു. ഇന്ന് ദർസ് അതേമാതിരി ഇല്ല. ഞാനും ദർസിൽ പഠിച്ചിട്ടുള്ള ആളാണ്. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ദർസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു സംഗതിയുമില്ല, പഠിക്കുക, ഓതി പഠിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഏക ലക്ഷ്യം. എൻ്റെ അമ്മാമൻ തന്നെയായിരുന്നു ഞാൻ ദർസിൽ പഠിച്ചിരുന്നപ്പോൾ മുദരിസായിട്ടുള്ള ഉസ്താദ്. ഞാൻ ഓർക്കാറുണ്ട്, ഇപ്പോഴും ആ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ദിനരാത്രങ്ങളാണത്. രാവിലെയും പഠനം, ഉച്ചയ്ക്ക് മുമ്പും വീണ്ടും പഠനം, ഉച്ചയ്ക്ക് ശേഷം പിന്നെയും പഠനം, അസറിൻ്റെ ശേഷം സാധാരണ അല്പമൊക്കെ അവധി കൊടുത്തു കിട്ടിയെന്ന് വരും, പക്ഷേ ഇല്ല, മഗ്രിബിന് ശേഷം പഠനം, ഇശാ നമസ്കാര ശേഷം ഭക്ഷണം കഴിഞ്ഞിട്ട് വീണ്ടും ദർസ് നടന്നിരുന്നു. അത് വല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. ഇന്ന് അതേമാതിരി ദർസുകൾ നടക്കണമെന്ന് പറയുന്നത് അത്ര ശരിയായിരിക്കുകയില്ല. കാരണം ഒരുപാട് സംഗതികൾ മാറി, ചുറ്റുപാടുകൾ മാറി. നാടാകെ അറബി കോളേജുകളും വിദ്യാഭ്യാസ കോംപ്ലക്സുകളും നമ്മൾ തന്നെ വളർത്തുകയും അത് വേണ്ടെന്നല്ല, അത് ആവശ്യമാണ്, അത് ഗുണവും ചെയ്തു. എന്നിട്ട് നമ്മൾ തന്നെ ദർസിലേക്ക് കുട്ടികൾ പോകണമെന്ന് പറയുന്നതും തമ്മിൽ ചെറിയ ഒരു ചേരുവയില്ലായ്മയുണ്ട്. എന്നാലും ദർസ് നടക്കും, ദർസിൻ്റെ രീതിയിൽ നടക്കുകയും ചെയ്യട്ടെ. പക്ഷേ പഴയ പോലെ അത് ഇനി നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് അത്ര ശരിയായിരിക്കുകയില്ല. പണ്ടാണെങ്കിൽ ദർസ് എന്ന് പറഞ്ഞാൽ ദർസ് മാത്രമാണ്, അറബി കോളേജുകളില്ല, ഇന്നത്തെ പഠന സൗകര്യങ്ങളില്ല, വലിയ വലിയ മക്തബുകളോ ഗ്രന്ഥാലയങ്ങളോ ഇല്ല. എല്ലാ അർത്ഥത്തിലും ഇന്നത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അറിവ് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. സൗകര്യങ്ങളാകട്ടെ പരിമിതമാണ്. പഠിക്കുന്നവർ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി വരാൻ വേണ്ടി എടുക്കുന്ന സമയം, അതിനുള്ള കഷ്ടപ്പാട്, ഇതൊക്കെ അന്നുണ്ടായിരുന്നു. വീട്ടിലൊക്കെ പോകാൻ സാധിക്കുന്നത് എപ്പോഴെങ്കിലും ഒരിക്കലാണ്. അതുകൊണ്ടാണ് പണ്ടൊരു രസികൻ മുതഅല്ലിം പറഞ്ഞത്, ഞാനൊന്ന് നാട്ടിൽ പോയി വരട്ടെ, സഞ്ചാനൊന്ന് പദവും വരട്ടെ എന്ന് പറഞ്ഞിട്ടത് ഹൗദിൽ കെട്ടിത്താഴ്ത്തിയ, സഞ്ചാൻ ഹൗദിൽ കെട്ടിത്താഴ്ത്തിയ ഒരു രസികനായ മുതഅല്ലിമിൻ്റെ കഥ ഒരുപക്ഷെ ആരെങ്കിലും ഉണ്ടാക്കി പറഞ്ഞതായിരിക്കാം. പക്ഷേ ഉണ്ടാക്കി പറഞ്ഞതാണെങ്കിലും അത് അതിശയോക്തിപരമാവുകയില്ല. കാരണം സഞ്ചാൻ ഒരിക്കലെങ്കിലും ഓതുകയോ അതിനടുത്തൂടെ പോവുകയോ ചെയ്തവർക്ക് അത് ഹൗദിൽ കെട്ടിത്താഴ്ത്തി എന്ന് പറഞ്ഞാൽ അതെന്തേ എന്നൊരാളും ചോദിക്കുകയില്ല. കാരണം സഞ്ചാൻ സൃഷ്ടിക്കുന്ന സഞ്ചാരം, അതിൻ്റെ വേദനകൾ, അതിൻ്റെ പ്രയാസങ്ങൾ അതിൻ്റെ അടുത്തുകൂടെ പോയ ആളുകൾക്ക് പോലും നന്നായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, അന്നൊക്കെ പഠിക്കുക എന്ന ഒരു സംഗതി വളരെ പ്രാധാന്യത്തോടു കൂടി എല്ലാവരും കണ്ടിരുന്നു. അറിവ് തേടുക എന്നുള്ളതാണ്. ഇന്ന് അവിടുന്ന് പോയി സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ അറിവിനോടുള്ള ആ സമർപ്പണത്തിന് ശോഷണം സംഭവിച്ചില്ലേ എന്ന ഒരു ആത്മപരിശോധന നജീബ് മൗലവി സാഹിബിനെ പോലുള്ള ഒരു പണ്ഡിതനെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ അദ്ദേഹത്തെ ബഹുമാനിക്കുക എന്നതോടൊപ്പം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം സദസ്സിൻ്റെയും ഇവിടുന്ന് പിരിഞ്ഞ നമ്മുടെയൊക്കെയും മനസ്സിൽ ഉണ്ടായാൽ നന്നായി എന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഇവിടെ പ്രത്യേകം ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്? ധാരാളം സൗകര്യങ്ങൾ വന്നു. ചെറുപ്പക്കാർക്ക് ഇന്ന് പഴയ മാതിരിയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. അവർക്ക് ഇഷ്ടം പോലെ, ഇന്നിപ്പോൾ ദർസിൽ വരെ കമ്പ്യൂട്ടറുള്ള സ്ഥലങ്ങളുണ്ട്. അറബി കോളേജുകളുടെ കാര്യം ഇരിക്കട്ടെ, ദർസിൽ വരെ കമ്പ്യൂട്ടറുകളുള്ള സാഹചര്യമുണ്ട്. ധാരാളം പഠന സൗകര്യങ്ങളാണ്. ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ആധുനിക സാങ്കേതിക വിദ്യ മതവിജ്ഞാനീയങ്ങളുടെ പരിപോഷണത്തിലും ചെലുത്തിയിട്ടുള്ള സ്വാധീനവും പങ്കും അത്ഭുതകരമാണ്. ഞാനൊരിക്കൽ എൻ്റെ ഒരു അനുഭവം പറയാം. മദീനയിൽ, വിശുദ്ധ മദീന നഗരിയിൽ ഹദീസുകളെ സംബന്ധിച്ചുള്ള വലിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയുള്ള നിരവധി കേന്ദ്രങ്ങളിലായിട്ട് സർക്കാർ സഹായത്തോടെയും അല്ലാതെയും നടക്കുന്നുണ്ട്. ഞാനൊരിക്കൽ മദീനയിലായിരുന്ന സമയത്ത് ഒരു ഹദീസിനെ പറ്റിയുള്ള സംശയം തീർക്കാൻ വേണ്ടി അവിടെ ഒരു ഹദീസ് പണ്ഡിതനെ ബന്ധപ്പെടുകയും ആ ഹദീസ് അദ്ദേഹത്തിന് എഴുതി അറിയിക്കുകയും ചെയ്തു. ഈ ഹദീസ് എത്രമാത്രം പ്രബലമാണ്, ഈ ഹദീസ് ഏതൊക്കെ ഹദീസ് സമാഹാരങ്ങളിലാണ് വന്നിട്ടുള്ളത്,
ഈ ഹദീസിനെ കുറിച്ച് മുൻകാല മുഹദ്ദിസുകളുടെ നിഗമനം എന്താണ് എന്നിത്യാദി കാര്യങ്ങളൊന്നും അറിയാനുള്ള താല്പര്യത്തോടെ വളരെ അപൂർവമായി മാത്രം കാണുന്നൊരു ഹദീസായിരുന്നു അത്. സാധാരണ ഉദ്ധരിക്കപ്പെടുന്ന സഹീഹുകളിലൊന്നും ഉള്ള ഹദീസല്ല, വളരെ അപൂർവമായിട്ട് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ് ഒരു കിതാബിൽ കണ്ടു. അത് എത്രമാത്രം ഹദീസുകളെ സംബന്ധിച്ചത് അതിനെക്കുറിച്ചുള്ള പഠനവും വിലയിരുത്തലും വളരെ പ്രധാനമാണ്. ഒരു നിമിഷം കൊണ്ട് റസൂലുള്ളാഹിൻ്റെ വാക്കാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്കിൽ അതിൻ്റെ പ്രാധാന്യം എത്ര വർദ്ധിച്ചു. അത് വാക്കല്ല എന്നറിയുന്നതോടുകൂടി അതിൻ്റെ പ്രാധാന്യം എത്ര ഇല്ലാതെയായി. അതുകൊണ്ട് ഹദീസുകളെ സംബന്ധിക്കുന്ന വിശകലനവും പഠനവും ദീനീ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം, മതവിജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അറിവിൻ്റെ ഒരു ശാഖയാണ്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. മദീനയിൽ താമസിച്ചു കൊണ്ടിരുന്ന സമയത്ത് രാവിലെ ഈ ഹദീസ് കൊടുത്തയച്ച് ഉച്ചക്ക് ളുഹർ കഴിഞ്ഞ് നിസ്കരിച്ച് വരുമ്പോൾ താമസ സ്ഥലത്ത് ഹോട്ടലിൻ്റെ മുറിയിലെ വാതിലിൻ്റെ വിടവിലൂടെ ഒരു കെട്ട് കടലാസുകൾ ആ ഏൽപ്പിച്ച പണ്ഡിതൻ കൊടുത്തയച്ചിരുന്നു. മദീനയിലെ ആ പണ്ഡിതൻ നോക്കുമ്പോൾ ആ ഹദീസ് വെറും 2-3 മണിക്കൂർ കൊണ്ട് ആ ഹദീസ് ഏതൊക്കെ സഹീഹുകളിൽ ഏതൊക്കെ സമാഹാരങ്ങളിൽ വന്നിട്ടുണ്ട്, ആ ഹദീസ് എത്രമാത്രം ശക്തമാണ്, അതിന് വല്ല ദൗർബല്യവും ഉണ്ടെങ്കിൽ എത്ര, അതിൻ്റെ സനദ് എങ്ങനെ, അതിൻ്റെ മത്തിന് വ്യത്യസ്ത രീതിയിൽ എങ്ങനെ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്, അതിൻ്റെ അസ്മാ ഉർ റിജാൽ എപ്രകാരമാണ്, അതിൽ ലൊഅഫുള്ള വല്ല ആളുകളുമുണ്ടോ എന്നിത്യാദി കാര്യങ്ങളൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പണ്ടത്തെ സ്ഥിതിയും ഇന്നത്തെ സ്ഥിതിയും. പണ്ട് നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്ന കാലത്ത് ഒരു ഹദീസിനെ പറ്റി ഇങ്ങനെ ഒരു വിവരം കിട്ടണമെങ്കിൽ അവരവരുടെ ജീവിതത്തിലെ എത്ര ആണ്ടുകൾ ചെലവഴിക്കേണ്ടി വരും, എത്ര സ്ഥലങ്ങൾ സന്ദർശിക്കേണ്ടി വരും. സയ്യിദുനാ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് ശേഖരണത്തിൽ പെട്ട പെടാപ്പാടുകളും ത്യാഗങ്ങളും വായിക്കുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചമുണ്ടാകാറുണ്ട്. അങ്ങനെ തന്നെയാണ് എല്ലാ മുഹദ്ദിസുകളുടെയും കഥ. അവർ ഹദീസ് ശേഖരണത്തിൽ കാണിച്ച സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി അതിൻ്റെ ഹദീസിൻ്റെ സനദിൽ പരമ്പരയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെപ്പറ്റി ശങ്കയുണ്ടെങ്കിൽ ആ ശങ്ക തീർക്കാനും പറ്റും അവരവലംബിച്ച രീതി നമ്മെ അത്ഭുതപ്പെടുത്താറുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ, അതുപോലുള്ള സംഗതി വന്നപ്പോൾ എനിക്ക് തോന്നുകയാണ് ഒരുപക്ഷെ ഹദീസ് വിജ്ഞാനീയത്തിനാണ് ദീനീ വിജ്ഞാനീയങ്ങളിൽ ഏറ്റവും വലിയ പരിപോഷണം ഈ ആധുനിക യന്ത്ര സാമഗ്രികൾ വഴി, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ വഴി ലഭ്യമായിട്ടുള്ളത്. ഞാൻ ഈ കാര്യം പറയുന്നത് ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ആരുണ്ട് ഉപയോഗപ്പെടുത്തുന്നവർ? എത്ര പേരുണ്ട് ഇതിനൊക്കെ പ്രയോജനപ്പെടുത്തുന്നവർ? ആരാണുള്ളത് എന്ന് ചോദിക്കാറുണ്ടല്ലോ. ആരാണുള്ളത്? ഫഹൽ മിൻ മുദ്ദക്കിർ, ആരാണ് ചിന്തിക്കുന്നത് എന്ന് ചോദിച്ച പോലെ, ഇത് ചിന്തിക്കാൻ എളുപ്പമുള്ള കാര്യമാണ്, പക്ഷെ ആരാണ് ചിന്തിക്കുന്നത് എന്ന് ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് നമ്മുടെ പുതിയ തലമുറ ഇതിൽ നിന്ന് വ്യത്യസ്തമായി വരുന്നത്? ധാരാളം കലാലയങ്ങൾ ഇന്നുണ്ട്, ദീനീ കലാലയങ്ങൾ. എനിക്ക് തോന്നുന്ന ഒരു സംഗതി, അതിരുകടന്ന സംഘടനാ പരത ഈ അറിവിൻ്റെ അന്വേഷണത്തിന് കൂച്ചുവിലങ്ങിട്ടു എന്നാണ്. സംഘടന വേണ്ട എന്നല്ല, ദീനീ സംഘടനകളൊക്കെ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട്, ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ സ്ഥാപനങ്ങളിൽ ഇൽമിനേക്കാൾ പ്രധാനം സംഘടനക്കാണ്, അതിൻ്റെ പ്രവർത്തനങ്ങൾക്കാണ്. ഉണ്ണീന്ന് വിരിയുമ്പോഴേക്കൊരു മുതഅല്ലിമ് തുടങ്ങുന്നത് എങ്ങനെ പഠിക്കണം, എനിക്കൊരു പണ്ഡിതനാകണം, ഒരു ആലിമാകണം. നജീബ് മൗലവിയെപ്പോലുള്ളവർ എത്ര കഠിനാധ്വാനം ചെയ്ത് കാണും, എത്ര കഷ്ടപ്പെട്ട് കാണും, എത്ര ഉറക്കമിളക്കുന്നുണ്ടാവും. അങ്ങനെ കഷ്ടപ്പെടുന്നതിനല്ല ഇന്ന് കുട്ടികൾക്ക് താല്പര്യം. വളരെ പെട്ടെന്ന് 4 അക്ഷരം പഠിച്ച് പ്രസംഗകനായി, 4 അക്ഷരം എഴുതി അറിയപ്പെട്ട് ശുഹ്റത്ത് വന്ന് ആളുകൾക്കിടയിലൂടെ അങ്ങനെ നടക്കണം. സംഘടനയുടെ ഒരു പദവി, സംഘടനയുടെ ഒരു അവസ്ഥ, അതിനുവേണ്ടിയുള്ള രീതികൾ, പിന്നെ സംഘടന ശക്തിപ്പെടുത്താനുള്ള പ്രസംഗങ്ങൾ, സംഘടന ശക്തിപ്പെടുത്താനുള്ള ഇൽമ്, സംഘടനയ്ക്ക് വേണ്ടിയുള്ള വാഗ്വാദം. അങ്ങനെ പോകുമ്പോൾ ഇൽമിന് തകർച്ച സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലത്താണ് കേരളം അറബ് ഭാഷയിലും മതവിജ്ഞാനീയങ്ങളിലും മഹാന്മാരായ പണ്ഡിതന്മാരെ ജനിപ്പിക്കുകയും സംഭാവന ചെയ്യുകയും ഉണ്ടായത്. ഇന്ന് അങ്ങനെ ഇല്ലല്ലോ. ഒരു ഉമർ ഖാലി, ഒരൊറ്റ ഉദാഹരണം എടുക്കാം, ഒരു ഉമർ ഖാലി ഇന്ന് ഉണ്ടാകാൻ എത്രയെത്ര പ്രയാസമാണ്. അതിമനോഹരമായ അറബ് കാവ്യം ഉമർ ഖാലി എഴുതിയത് വായിക്കുമ്പോൾ അതൊരു അനറബി എഴുതിയതാണെന്ന് ഇന്നും നമുക്ക് തോന്നുന്നുവോ? അതൊരു അറബി എഴുതിയതില്ലെന്ന് എന്താണ് ഇതിന് വ്യത്യാസമുള്ളത്? യാ അക്രമൽ ഖുറമാ അലാ അഅതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും യർജു അതാ അലൽ ബുകാഇ ബിബാബികും വദ്ദംഉ മിൻ ഐനൈഹി സാല സജീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന് ഉമർ ഖാലി പറയുമ്പോൾ ആ അറബിയുടെ ശുദ്ധമായ സ്ഫുടമായ ഫസീഹായ ബലാഗ തികഞ്ഞ ആ പ്രവാഹത്തിന് മുമ്പിൽ
എങ്ങനെയാണ് പറയാൻ സാധിക്കുക അതൊരു അജമിയായ മനുഷ്യൻ എഴുതിയതാണെന്ന്? അപ്പൊ ദീനീ വിജ്ഞാനീയങ്ങളിൽ മാത്രമല്ല, സാധാരണ ഇൽമിന്റെ മേഖലകളിൽ അറബിയ്യത്ത് എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. അറബിയത എന്ന് പരിഭാഷപ്പെടുത്താവുന്ന ഒരു സംഗതി. സീബവൈഹിയെ പോലുള്ള വലിയ വലിയ അറബ് വ്യാകരണ വിശാരദന്മാരും മറ്റു പ്രമുഖന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ കൂടി രൂപീകരിച്ചിട്ടുള്ള അറബ് ഭാഷയുടെ അറിവിന്റെ ഒരു സംസ്കാരം, അതിൽ പോലും പിടിച്ചു നിൽക്കാവുന്ന മഹത്തുക്കളെ ഈ മലബാർ, ഈ കേരളം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭാവന ചെയ്തു എന്നോർക്കുമ്പോൾ ഇന്ന് നമ്മൾ മുന്നോട്ടാണോ പോയത്, പിറകോട്ടാണോ പോയത്? കേരളത്തെക്കുറിച്ച് എഴുതപ്പെട്ട ആദ്യത്തെ ചരിത്ര പുസ്തകം അറബിയിലാണ് എന്ന സംഗതി, അത് തുഹ്ഫത്തുൽ മുജാഹിദീനാണ്, അത് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഗ്രന്ഥമാണ് എന്ന സംഗതി അംഗീകരിക്കപ്പെട്ട ഫസ്റ്റ് റിട്ടൺ ഹിസ്റ്ററി ഓഫ് കേരള, ആദ്യത്തെ ലിഖിത ചരിത്രം. അതിനുമുമ്പ് പാട്ടുകൾ, കേരളോൽപ്പത്തി, വടക്കൻ പാട്ടുകൾ എന്നൊക്കെ ഉണ്ടായിരുന്ന ഐതിഹ്യമാലകളിൽ നിന്ന് വ്യത്യസ്തമായി എഴുതപ്പെട്ട സൂക്ഷ്മമായ ശാസ്ത്രീയമായ ഒരു ഗ്രന്ഥം കേരള ചരിത്രത്തിൽ ആദ്യമുണ്ടായത് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ തുഹ്ഫത്തുൽ മുജാഹിദീനാണ്. അതെടുത്ത് വായിച്ചു നോക്കുമ്പോൾ അതിൻ്റെ അറബ് ഭാഷയുടെ ആഴം, അതിൻ്റെ മനോഹാരിത, അപ്പൊ അവരൊക്കെ എത്രമാത്രം കഷ്ടപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവരൊക്കെ എത്രമാത്രം എല്ലാ കാര്യത്തിലും. ഇപ്പോൾ തുഹ്ഫ ദർസിൽ വളരെയേറെ പ്രാമുഖ്യത്തോടുകൂടി പഠനം നടത്തിയിരുന്ന അറബ് വ്യാകരണത്തിന്റെ ഗ്രന്ഥമായിട്ടുള്ള തുഹ്ഫ, ഈ തുഹ്ഫയെ ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു പുസ്തകമാണ്. കാരണം അറബ് ഭാഷയുടെ വ്യാകരണം പഠിക്കാൻ വേണ്ടി ഈ തുഹ്ഫയ്ക്ക് ശേഷം മറ്റു പല പുസ്തകങ്ങളും പഠിക്കാനും ഒക്കെ അവസരമുണ്ടായിട്ടുണ്ട്. ദർസിലാകട്ടെ, പിന്നെ കോളേജിൽ ചെന്നപ്പോൾ അറബി ഐച്ഛിക വിഷയമായെടുത്ത് പഠിച്ചപ്പോഴും. പക്ഷേ ഈ തുഹ്ഫ പോലുള്ള പുസ്തകത്തിൽ സ്വീകരിച്ച അതിൻ്റെ ഒരു തന്ത്രം, വളരെ പെട്ടെന്ന് വ്യാകരണം പഠിപ്പിക്കാൻ വേണ്ടി സ്വീകരിച്ച ഒരു അൽ ഇസ്മു ബിത്തൻവീനി വൽ ഈളാഫ കതിബ്തു നഫ്സൻ ഔ മനൻ സൂലാഫ, അല്ലെങ്കിൽ ലി ഇന്ന അന്ന എന്ന് പറഞ്ഞിട്ട് ലികാന ബാത സാറ അംസാ ലൈസൽ മാദാമ അക്സു മാലി ഇന്നാ മിൻ അമൽ. ഇന്നയുടെ അമലും പഠിച്ചു, കാനയുടെ അമലും പഠിച്ചു, മാത്രമല്ല അതെന്താണെന്നും പഠിച്ചു. ഒരൊറ്റ വരി കൊണ്ട് ഇതൊക്കെ എത്ര പെട്ടെന്നാണ് മനസ്സിലാക്കാൻ. ഞാൻ പറയാണ്, അറബ് ഭാഷയുടെ വ്യാകരണത്തിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല ഗ്രന്ഥം ഈജിപ്തിലെ പ്രസിദ്ധനായിട്ടുള്ള ഒരു അറബ് വ്യാകരണ ശാസ്ത്രകാരൻ എഴുതിയിട്ടുള്ള നഹ്വുൽ വാദിഹാണ്. അത് ലോകപ്രസിദ്ധമാണ് നഹ്വുൽ വാദിഹ്. നഹ്വുൽ വാദിഹിന്റെ വാള്യങ്ങളെല്ലാം കൂടി വായിച്ചാൽ അറബ് ഭാഷയുടെ വ്യാകരണങ്ങൾ മനസ്സിലായി എന്ന് ഏറെക്കുറെ വിചാരിക്കാൻ സാധിക്കും. പക്ഷേ ആ നഹ്വുൽ വാദിഹിലൂടെ പഠിച്ചെടുക്കാനുള്ള അധ്വാനത്തിന്റെ 10% പോലും വേണ്ട ഈ തുഹ്ഫയിലൂടെ വ്യാകരണം പഠിക്കാൻ. വളരെ പെട്ടെന്ന് കാര്യം മനസ്സിലാവും. പിന്നെ പദ്യമായതുകൊണ്ട് ഓർമ്മ വെക്കാൻ, ഹൃദിസ്ഥമാക്കാൻ, ഹിഫ്ളാക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് പരിശോധിക്കാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. മറ്റൊരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അറിവ് രണ്ടുണ്ട് എന്നാണ് ദീൻ പഠിപ്പിക്കുന്നത്. അൽ ഇൽമു ഇൽമാനി, ഇൽമുൻ ഫിൽ ലിസാൻ വ ഇൽമുൻ ഫിൽ ഖൽബ്. നാവിലുള്ള അറിവ്, ഹൃദയത്തിലുള്ള അറിവ് എന്നാണ് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ടും അറിവാണ്, പക്ഷെ രണ്ടിനും രണ്ട് സ്വഭാവമാണുള്ളത്. ഇൽമ് നാവിന്മേൽ മാത്രമാവുമ്പോൾ അതിനൊരു അവസ്ഥ, ഖൽബിലാകുമ്പോൾ അത് തസ്കിയത്തിന്റെ ഇൽമാണ്, അത് തസ്ഫിയത്തിന്റെ ഇൽമാണ്, അത് തർബിയത്തിന്റെ ഇൽമാണ്, അത് സഫാഇന്റെ ഇൽമാണ്, അത് ഖൽബിന്റെ ശുദ്ധീകരണത്തിന്റെയും അത് ആത്മീയമായിട്ടുള്ള വെളിച്ചത്തിന്റെയും ഇൽമാണ്. ഒരാൾക്കൊരു അറിവ് കിട്ടുമ്പോൾ അതിലൂടെ വലിയൊരു വെളിച്ചത്തിലേക്കാണ് ഒരു മനുഷ്യൻ കടന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ ദീൻ പഠിക്കുന്ന കേന്ദ്രങ്ങളിൽ തന്നെ തെർബിയത്തും തസ്കിയത്തുമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് വേറെ ആത്മീയ പാതകൾ തേടി ആരും പോയിരുന്നില്ല. ദർസിൽ പഠിക്കുന്നവരോ പഠിപ്പിക്കുന്നവരോ പോയിരുന്നില്ല. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം ഈ പഠിക്കുന്നിടത്ത് തന്നെ ഇൽമും ലഭിച്ചിരുന്നു, ആത്മീയമായ പ്രകാശവും ലഭിച്ചിരുന്നു. നാദാപുരം ഓരെ പോലുള്ള മഹത്തുക്കളുടെ മാതൃക ഈ അവസരത്തിൽ ഓർത്തു നോക്കുന്നത് നല്ലതാണ്. അവർ ഇൽമു കൊടുക്കുന്നതോടൊപ്പം ആ ഇൽമിൻ്റെ ആത്മാവായിട്ടുള്ള ആത്മീയമായ സംസ്കരണവും അവരിൽ നിന്ന് ലഭിക്കുന്ന ഒരു സാഹചര്യം മുമ്പൊരു കാലത്ത് ഉണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് ഫതുഹുൽ മുഈൻ ഓതുന്നതോടൊപ്പം അദ്കിയയും ഓതിയിരുന്നു. ഫതുഹുൽ മുഈൻ എടുക്കുന്ന ഒരു ജോലി ഫതുഹുൽ മുഈൻ കൊണ്ട് നടക്കും. പക്ഷേ ഫതുഹുൽ മുഈൻ കൊണ്ട് നടക്കാത്ത ഒരു ജോലിയുണ്ട്. ഫതുഹുൽ മുഈൻ ലാഹിറായ ചട്ടവട്ടങ്ങൾക്കും ഫിഖ്ഹിയായ മസ്അലകൾക്കും ദീനിന്റെ ഷിആറുകൾക്കും ശറഇന്റെ ഇൽമിന്റെ വികാസത്തിനും ആവശ്യമായിട്ടുള്ള ഗ്രന്ഥമാണ്. പക്ഷേ ഒരാൾ നിസ്കരിക്കുന്നത് നമ്മൾ കണ്ടു, നിസ്കാരം വളരെ ഭംഗിയായിരിക്കുന്നു, സുജൂദ് വളരെ ഭംഗിയായിരിക്കുന്നു, റുക്കൂഅ് വളരെ ഭംഗിയായിരിക്കുന്നു. അത് കണ്ടൊരാൾ പറഞ്ഞു പോയി, ഓ എന്തൊരു ഭംഗിയായ നിസ്കാരം, എന്തൊരു കാമിലായ നിസ്കാരം എന്ന് നിസ്കാരത്തെ പറ്റി പറഞ്ഞു. പക്ഷേ ഈ നിസ്കരിക്കുന്ന ആൾ നിയ്യത്തിൽ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചു, അദ്ദേഹം നിസ്കാരത്തിൽ മറ്റു ചില കാര്യങ്ങളാണ് ഓർത്തിരുന്നതെങ്കിലോ കാണികൾക്ക് ഏറ്റവും കാമിലായി തോന്നിയ നിസ്കാരം തന്നെ ഏറ്റവും വലിയ ബാത്തിലായ
അമലായിട്ട് തീരുകയാണ്. ആ കുറവ് നികത്താനാണ് ഇഖ്ലാസിന്റെ, ഇഹ്സാന്റെ, തസ്കിയത്തിന്റെ, നിയ്യത്തിന്റെ, തസ്കിയത്തിന്റെ ഇൽമ്, ഈ ഇൽമിന്റെ ഭാഗമായിട്ട് തന്നെ മുൻഗാമികൾ വെച്ചത്. അതുകൊണ്ട് ഒരിക്കലും യാദൃച്ഛികമല്ല. ഫത്ഹുൽ മുഈൻ എഴുതിയ കുടുംബത്തിൽ നിന്ന് തന്നെ കിതാബുൽ അദ്കിയ എഴുതാനും ആളുണ്ടായി. ആ ഫത്ഹുൽ മുഈൻകാർ തന്നെ അദ്കിയയും നൽകി. ഫത്ഹുൽ മുഈൻ ഒരു ജോലി, അദ്കിയ വേറെ ഒരു ജോലി. അത് രണ്ടും ഒരുപോലെ നീങ്ങിയപ്പോൾ അറിവിനോടൊപ്പം സംസ്കരണവും സിദ്ധിച്ചു. ഇന്ന് ഈ സംസ്കരണത്തിന്റെ ഭാഗം നീട്ടിവെച്ചപ്പോൾ ഒന്നുകിൽ അത് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിലോ ആളുകൾ മറ്റു മേഖലകൾ തേടിപ്പോകുന്നു. അപ്പൊ ചിലപ്പോ ശറഈന് വിരുദ്ധമായ തരീഖത്തുകളോ മറ്റു സംഗതികളോ ഒക്കെ പോയി ഓരോരുത്തർ ചാടുകയും അത്തരം മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരികയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ കിട്ടുന്ന ഇൽമിനോടൊപ്പം തന്നെ അടിസ്ഥാനപരമായ ഈ അറിവും ഇഹ്സാന്റെ അറിവും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ജിബ്രീൽ വന്നുകൊണ്ട് ഇസ്ലാം എന്തെന്ന് പഠിപ്പിക്കൂ, ഈമാൻ എന്തെന്ന് പഠിപ്പിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ കൂടെ ഇഹ്സാൻ എന്തെന്നും എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോ ഫഅബ്ദു റബ്ബക കഅന്നക തറാഹ് വഇൻ ലം തകുൻ തറാഹ് ഫഇന്നഹു യറാക്, നീ നിന്റെ റബ്ബിനെ കാണുന്നുവെന്ന് കരുതി ഇബാദത്ത് ചെയ്യലാണ്. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുവല്ലോ എന്ന് വ്യാഖ്യാനിച്ച ഇഹ്സാന്റെ ഇൽമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്തരാത്മാവായി നിലകൊണ്ട ഒരു കാലഘട്ടവും നമുക്കുണ്ടായിരുന്നു. ഇന്നിതൊക്കെ തമ്മിൽ വേദി പിരിഞ്ഞപ്പോൾ, വഴി പിരിഞ്ഞപ്പോൾ ബന്ധങ്ങളിൽ തകരാറായി. ഭിന്നിപ്പുകളിൽ പോലും എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിഞ്ഞുകൂടാതായി. സാഹോദര്യ ബന്ധങ്ങളിലൊക്കെ തകരാറുകൾ സംഭവിക്കലായി. ഇൽമിനോടൊപ്പം തസ്കിയത്ത് അതിൻ്റെ സന്തത സഹചാരിയായി നീങ്ങിയില്ലെങ്കിൽ അത് ഏറ്റവും വലിയ ആപത്ത് സൃഷ്ടിക്കുമെന്ന് അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട നജീബ് മൗലവിക്ക് ആദരം അർപ്പിക്കുന്ന ഈ അവാർഡൊക്കെ അദ്ദേഹത്തിന് വളരെ പ്രധാനമാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാനിതിൻ്റെ പ്രാധാന്യം കുറച്ച് കണ്ടുകൊണ്ടല്ല അത് പറയുന്നത്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തിൻ്റെ അവാർഡ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ജനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ അവാർഡ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ സ്നേഹിക്കുകയും അദ്ദേഹത്തോടൊപ്പം നീങ്ങുകയും ചെയ്യുന്ന ജനസഞ്ചയമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ അവാർഡ്. അതിൻ്റെ മുമ്പിൽ ഇത്തരം അവാർഡുകൾക്കൊന്നും വലിയ പ്രസക്തിയില്ല. എങ്കിലും ഈ അവാർഡ് പ്രധാനമാണ്. സ്നേഹിച്ചുകൊണ്ട് കുറേ ജനങ്ങൾ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ, അതും ഒരു പൂർവ്വകാല മഹാപണ്ഡിതന്റെ നാമധേയത്തിലുള്ള ഒരു അവാർഡ് നൽകാൻ വേണ്ടി ഒരു പ്രത്യേക വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ അതിനൊരു ബഹുമാനമുണ്ട്, അതിനൊരു യോഗ്യതയുണ്ട്, അതിനൊരു ഇഹ്തിറാമുണ്ട്, അതിനൊരു ദർജയുണ്ട്, അതിനൊരു മർത്തബയുണ്ട്. തീർച്ചയായും ആ നിലയിൽ ഈ അവാർഡ് പ്രധാനമാണ്. ഇത് നജീബ് മൗലവിക്ക് എന്തുകൊണ്ടും യോഗ്യമായിട്ട് ഇണങ്ങിച്ചേരുന്ന അവാർഡാണ്. എനിക്ക് അദ്ദേഹം എൻ്റെ ബഹുമാന്യ സുഹൃത്തു കൂടിയാണ്. എപ്പോഴും ബന്ധപ്പെടാൻ സാധിക്കുന്ന, എപ്പോഴും സംസാരിക്കാൻ സാധിക്കുന്ന, എവിടെ കണ്ടാലും സ്നേഹത്തോടുകൂടി മാത്രം പെരുമാറുകയും സ്നേഹത്തോടുകൂടി മാത്രം സംസാരിക്കുകയും സ്നേഹത്തോടെ ഇടപഴകുകയും ചെയ്യുന്ന എൻ്റെ ബഹുമാന്യ സുഹൃത്തു കൂടിയാണ് അഭിവന്ദനായ നജീബ് മൗലവി സാഹിബ്. അദ്ദേഹത്തിൻ്റെ കർമ്മനിരതമായ ജീവിതം എഴുതിയും പ്രസംഗിച്ചും സംഘടിപ്പിച്ചും അദ്ദേഹം നടത്തുന്ന കർമ്മനിരതമായ ജീവിതം, വിശ്രമമില്ലാത്ത ജീവിതം, അമൽ സേ ജിന്ദഗി ബൻതി ഹേ ജന്നത്ത് ഭി ജഹന്നം ഭി, എല്ലാം ഉണ്ടാകുന്ന അമൽ കൊണ്ടാണ്. സ്വർഗവും നരകവും ഒക്കെ അല്ലാമ ഇക്ബാലിന്റെ വാക്കുകളാണ്. അമൽ സേ ജിന്ദഗി ബൻതി ഹേ, കർമ്മം കൊണ്ടാണ് ജീവിതം തന്നെ ഉണ്ടായിത്തീരുന്നത്. ജന്നത്ത് ഭി, സ്വർഗം പോലും അങ്ങനെയാണ്. ജഹന്നം ഭി, നരകവും അങ്ങനെയാണ്, കർമ്മം കൊണ്ടാണ്. ഈ ഖാക്കി, മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഈ മനുഷ്യൻ അപ്നി ഫിത്രത്ത് മേ നൂരി ഹേ നാരി ഹേ, ഇത് അവന്റെ പ്രകൃതത്തിൽ വെളിച്ചമല്ല തീയുമല്ല. അത് വെളിച്ചമാക്കി തീർക്കുന്നതും തീയാക്കി തീർക്കുന്നതും കർമ്മമാണ്. അങ്ങനെ കർമ്മരംഗത്ത് കൂടുതൽ അടരാടാൻ നജീബ് മൗലവിക്ക് നമ്മുടെ ഈ സംഗമം കരുത്തേകട്ടെ. അള്ളാഹു അദ്ദേഹത്തിനും നമുക്കും ഹിദായത്തും ഖൈറും ബർക്കത്തും ആഫിയത്തും സിഹത്തും എല്ലാം എപ്പോഴും ചോദിക്കാനായി പരിശുദ്ധ റസൂൽ ആവശ്യപ്പെട്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കൂ എന്നാണ്. എങ്കിൽ അത് തന്നെ ആയിരിക്കുമല്ലോ ഏറ്റവും പ്രധാനം. ആ ആഫിയത്തും നമുക്കും അവർക്കുമൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനകളോടുകൂടി മഹാന്മാരിയ്ക്കുന്ന ഈ വേദിയിൽ, മഹാന്മാരിയ്ക്കുന്ന ഈ സദസ്സിൽ നിങ്ങളുടെ ഒക്കെ സമ്മതത്തോടുകൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പുണ്യവാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം വിനയപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിക്കും. ശംസുൽ ഉലമ കുത്തുബി അവാർഡ് നൽകപ്പെടുകയാണ്. അവാർഡ് ദാനം നിർവഹിക്കുന്നത് ബഹുമാന്യരായ മൗലാന നജീബ് മൗലവി അവർകളെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ,
ഒരു ചരിത്ര നിമിഷമാകുന്നു ഇപ്പോൾ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ ആദരവിൽ പങ്കെടുക്കണം എന്ന് പ്രത്യേകിച്ച് അറിയിക്കുകയാണ്. ഖൂലൂ തക്ബീർ, ഖൂലൂ തക്ബീർ, ഖൂലൂ തക്ബീർ. നമ്മുടെ ഈ മഹത്തായ അവാർഡ് ദാന സമ്മേളനത്തിൽ അവാർഡ് ദായകർ മഹാനായ പാണക്കാട്ട് കുടുംബത്തിലെ പഞ്ചനക്ഷത്രങ്ങളിൽ തിളങ്ങുന്ന താരമായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മകൻ ബഷീർ അലി ശിഹാബ് തങ്ങൾ നമ്മോടൽപ്പം സംസാരിക്കും. അധ്യക്ഷർക്ക് വേണ്ടി ആദരപൂർവ്വം ബഷീർ അലി ശിഹാബ് തങ്ങളെ ക്ഷണിക്കുകയാണ്. സുന്നി യുവജന ഫെഡറേഷൻ്റെയും അതുപോലെ ഈ സംഘാടകന്മാരെ, SYF-ൻ്റെയും പ്രബോധകന്മാരെ, നാം ഇവരും ഇന്നിവിടെ ഏറ്റവും നല്ല ഇസ്ലാമത പ്രബോധക സുന്നി യുവജന ഫെഡറേഷൻ, സൗദി നാഷണൽ കമ്മിറ്റിയും അതുപോലെ UAE നാഷണൽ കമ്മിറ്റിയും സംയുക്തമായി ഏർപ്പെടുത്തിയ ഷംസുൽ ഉലമാ കുതുബി അവാർഡ് മൗലാന നജീബ് മൗലവി നമ്മുടെ ഈ സംഗമവും ഈ പ്രവർത്തനവും സാലിഹ്യങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. നജീബ് മൗലവിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു വിശദീകരണം ഇവിടെ സമദാനി സാഹിബ് നിർവഹിക്കുകയുണ്ട്. അദ്ദേഹത്തിന് ഈ അവാർഡ് ഒരു പുതിയ ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായം കൂടി ചേർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഇനിയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ കൈമാറാകട്ടെ. അതിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഒക്കെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഈ സംഘടന ഇതിനു വേണ്ടിയും പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാനും അദ്ദേഹത്തിന് കൈമാറാകട്ടെ. എല്ലാവിധ ഈ അവാർഡിന് നൽകിയ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കവിയും ചിന്തകനുമായ അഡ്വക്കേറ്റ് ഫാറൂഖ് മുഹമ്മദ് അവർകളാണ് അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തെ അധ്യക്ഷർക്ക് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. 1959 ഏപ്രിൽ 14 മമ്പാട് അല്ലിപ്ര തറവാട്ടിലെ അറിയപ്പെട്ട കവിയായിരുന്ന അഹമ്മദ് ഇണ്ണിക്കാക്കയുടെ 4ാമത്തെ മകൻ അബ്ദുൽ ഹമീദ് എന്നവരുടെയും പ്രസിദ്ധ അറബ് ഗോത്രമായ ഹുസായി കുടുംബത്തിൽപ്പെട്ട സൊഫിയയുടെയും 8 മക്കളിൽ 2ാമത്തെ മകനായാണ് നജീബ് മൗലവിയുടെ ജനനം. മതവിദ്യാഭ്യാസം തുടങ്ങിയത് വല്യപ്പയിൽ നിന്ന് തന്നെയാണ്. ഷെയ്ഖുന സദഖത്തുല്ല മൗലവി നവറല്ലാഹു മർക്കദയുടെ ശിഷ്യനായ പഞ്ചിളി മുഹമ്മദ് മുസ്ലിയാർ, പാണ്ഡികശാല കുഞ്ഞാലി മുസ്ലിയാർ, വള്ളിക്കാപ്പറ്റ ഹംസ മുസ്ലിയാർ, CK ഉസ്താദ്, ആനക്കയം AP ഉസ്താദ് എന്ന ഒരാളുമാണ് പ്രധാനപ്പെട്ട ഉസ്താദുമാർ. മേലാറ്റൂർ P അബൂബക്കർ മുസ്ലിയാർ, മരുത മുദരിസ് ഷെയ്ഖുന അലവി മുസ്ലിയാർ, തരുവക്കോണം PK മുഹമ്മദ് മുസ്ലിയാർ എന്നിവരിൽ നിന്ന് കിതാബുകളും തഫ്സീറുകളും ഓതിപ്പടിച്ച ശേഷം 1978 ബിരുദ പഠനത്തിനായി വണ്ടൂർ ജാമിയ വഹബിയ അറബി കോളേജിൽ ചേരുകയും അവിടെ ഷെയ്ഖുന സദഖത്തുല്ല മൗലവി നവറല്ലാഹു മർക്കദു തങ്ങൾ ഉസ്താദിന് പുറമെ ഷെയ്ഖുന ഉണ്ണി മുഹമ്മദ് ഉസ്താദിൻ്റെയും ശിക്ഷണത്തിലാണ് അദ്ദേഹം ഓതി തുടങ്ങിയത്. ഇതിനു പുറമെ 1978 മുതൽ 4 നൂറ്റാണ്ട് കാലം നാദാപുരത്തെ ഷംസുൽ ഉലമ കിയന ഓറിൽ നിന്നും വളരെയധികം വിജ്ഞാന മുത്തുകൾ നുകരാൻ നജീബ് മൗലവിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പൂട്ടിങ്ങൽ സ്കൂളിൽ 6ാം തരം വരെ പഠിക്കാനേ അവസരം ലഭിച്ചുള്ളൂ എങ്കിലും ഭാഷാ സ്ഫുടതയോടെ ആലങ്കാരിക പ്രയോഗങ്ങളിലൂടെ തൻ്റെ വാഗ്മിത ജനശാസ്ത്രങ്ങളെ സ്വാധീനിക്കുന്ന വിധം പ്രകടിപ്പിക്കാൻ നജീബ് മൗലവിക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 നൂറ്റാണ്ടിലധികമായി വണ്ടൂർ ജാമിയ വഹബിയയിലെ മുദരിസും മഞ്ചേരി പാപ്പിനിപ്പാറയ ദാറുസുന്ന ഇസ്ലാമിക് അക്കാദമിയുടെ സാരഥിയും കർണാടക സുള്ളിയ ഹമീദാബാദിലെ ജാമിയ ബുഖാരി അറബിയയിൽ വിസിറ്റിംഗ് പ്രൊഫസറുമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും പുറത്തും
ബിദഈ ആശയങ്ങൾക്കെതിരെ സുന്നത്ത് ജമാഅത്തിന്റെ ധീരവും ആധികാരികവും പാരമ്പര്യ അധിഷ്ഠിതവുമായ നിലപാടുകളെ തുറന്നു കാണിക്കുന്ന നജീബ് മൗലവി കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗവും ജമിയത്തിന്റെ വക്താവും കേരള സംസ്ഥാന മതവിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറിയും കേരള സുന്നി ജമാഅത്ത് ഓർഗനൈസിംഗ് സെക്രട്ടറിയും സുന്നി യുവജന ഫെഡറേഷന്റെ മുൻ ജനറൽ സെക്രട്ടറിയും ഇപ്പോഴത്തെ കേന്ദ്ര സമിതി അംഗവുമാണ്. മികച്ച സംഘാടകനും മുദരീസും പ്രഭാഷകനും എഴുത്തുകാരനും ഗ്രന്ഥകാരനും മുഫ്തിയുമായ പുരസ്കാര ജേതാവ്, മലയാളത്തിൽ ആധികാരികമായി സുന്നത്ത് ജമാഅത്തിന്റെ ജിഹ്വയായ നുസ്രത്തുൽ അനാം, ബുൽബുൽ എന്നീ മാസികകളുടെ പത്രാധിപരും ഇസ്ലാമിക പ്രസാധക സംഘത്തിന്റെ IPS ചെയർമാനും ആനുകാലികങ്ങളിൽ നിരവധി ലേഖനം എഴുതുന്നവരുമാണ്. മഞ്ചേരി ദാറുസുന്നയിൽ നടത്തപ്പെടുന്ന ഫഖീ, മുഈനി, മൗലവി, ദായി എന്നീ ബിരുദാനന്തര കോഴ്സുകളുടെ സാരഥിയും നിരവധി മഹല്ലുകളുടെ കാളിയും 2500-ലധികം പ്രഭാഷണങ്ങൾ നടത്തിയ വ്യക്തിത്വവുമാണ്. നജീബ് മൗലവിയുടേതായി 50-ലേറെ കനപ്പെട്ട ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ സഹൃദയ കൈരളിക്ക് സമർപ്പിക്കപ്പെടുകയും 3000-ലേറെ ആധികാരിക ഫത്വകൾ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വിഷയ വൈവിധ്യത്താൽ ശ്രദ്ധേയമായ പ്രഭാഷണ പരമ്പരകളുടെ സാന്നിധ്യമാണ് നജീബ് മൗലവിയുടേത്. നേർക്കുനേർ എന്ന പരിപാടിയിലൂടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇസ്ലാമിക് ദേവ ഫാക്കൽറ്റിയുടെ നട്ടെല്ലായി വിളങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പുറമെ സുന്നി യുവജന ഫെഡറേഷന്റെ നിവാരണം പരിപാടികളിലും സജീവ സാന്നിധ്യമാകാൻ സാധിച്ചിട്ടുണ്ട്. മഞ്ചേരിക്കടുത്ത മുള്ളൻപാറയിൽ നിന്ന് വിവാഹം ചെയ്ത നജീബ് മൗലവിക്ക് 9 സന്താനങ്ങളാണുള്ളത്. ഈ പ്രൗഢമായ സദസ്സിൽ വച്ച് അവാർഡ് ജേതാവിന് പ്രശസ്തി പത്രം സമ്മാനിക്കുകയാണ്. കേരളത്തിലെ ആധികാരിക പണ്ഡിത സംഘടനയായ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ കരുത്തനായ ജനറൽ സെക്രട്ടറി, നിരവധി പണ്ഡിതന്മാരുടെ ഗുരുവര്യരായ മഹാനായ സയ്യിദ് രാമന്തളി മുഹമ്മദ് കോയത്തങ്ങൾ അവറുകളാണ് ഈ പ്രശസ്തി പത്രം സമ്മാനിക്കുന്നത്. അവാർഡ് ജേതാവിനെയും തങ്ങളവറുകളെയും അധ്യക്ഷർക്കു വേണ്ടി വിനയപുരസ്സരം ക്ഷണിക്കുകയാണ്. സദസ്സ് മുഴുവനും എഴുന്നേറ്റ് നിന്ന് ഈ ആദരവിൽ പങ്കെടുക്കണം എന്നറിയിക്കുന്നു. ഖൂലൂ തക്ബീർ, ഖൂലൂ തക്ബീർ, ഖൂലൂ തക്ബീർ. അവാർഡ് ജേതാവിനെ അനുമോദിച്ചുകൊണ്ട് കേരളത്തിലെ പ്രഗത്ഭ പണ്ഡിതൻ പൊന്നുരന്തി കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ നിങ്ങളോട് സംസാരിക്കുകയാണ്. അതിനുവേണ്ടി അധ്യക്ഷർക്ക് വേണ്ടി ആദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. കേരളത്തിൽ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നമുക്കറിയുന്ന മഹദൂം തങ്ങളും ഉമർ ഖാലിയും മമ്പറം സൈദലവി കോയ തങ്ങളും അതേപോലെയുള്ള എണ്ണപ്പെട്ട ആൾക്കാരൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ കേരളത്തിൽ അറിയപ്പെട്ട ഒരു മഹാപണ്ഡിതനായിരുന്നു ശംസുൽ ഉലമ ഖുത്ബി അവറുകൾ. അദ്ദേഹത്തെ എന്തുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മുമ്പ് അനുസ്മരിച്ചില്ല? ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഇപ്പോൾ കണ്ടുപിടിച്ച അതിലൊരു സിറുള്ളത്, മൂപ്പരെ അനുസ്മരണമായിട്ട് ഒരു അവാർഡ് കൊടുക്കാൻ യോഗ്യനായ ഒരു പണ്ഡിതൻ ഇപ്പോഴാണ് ഇവിടെ ഉണ്ടായത് എന്നാണ്. ഖുത്ബി അവറുകളുടെ അനുസ്മരണമായി ഒരു അവാർഡ് കൊടുക്കാൻ അർഹനായിട്ടുള്ളത് നമ്മുടെ പ്രിയ സുഹൃത്ത് നജീബ് മൗലവി അവറുകളാണ്. ഇന്നത്തെ ഈ സംഘടനയുടെ അതിപ്രസരങ്ങളുടെ ഈ യുഗത്തിൽ പേരിന് മാത്രം വലിയ പ്രശസ്തിയൊന്നുമില്ലാതെ ഒരു സംഘടന കെട്ടിപ്പടുത്തി ഇത്രയും വൈവിധ്യമുള്ള മണ്ഡലങ്ങളിൽ അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നജീബ് മൗലവിക്കല്ലാതെ ഇത്രയും ധീരനായ ഒരു പണ്ഡിതന്റെ സ്മാരകമായി ഒരു അവാർഡ് കൊടുക്കാൻ ഇതിൻ്റെ മുമ്പ് ഏതൊരു പണ്ഡിതനായി ഇവിടെ ഉണ്ടായത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ ഉസ്താദന്മാർക്കും നജീബ് മൗലവിക്കും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്കും അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നവർക്കും എല്ലാം തൗഫീക്ക് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഹോദരങ്ങളെ, എനിക്ക് വളരെ സന്തോഷം തോന്നുകയാണ്. ഇത് ഖുത്ബി റഹ്മഹുല്ലാഹിയുടെ പേരിലാണ്. ഞാനിപ്പോൾ വരുന്നത് ഖുത്ബി മഹാനവറുകൾ 40 കൊല്ലം ദർസ് നടത്തിയ നാട്ടിൽ ഒരു ക്ലാസ് എടുത്തിട്ടാണ്. ബഹുമാനപ്പെട്ടവർ പള്ളിയിൽ നിന്ന് ഈ റോഡിലേക്ക് അഭിമുഖമായി വരുമ്പോൾ അങ്ങേ ഭാഗത്തും ഇങ്ങേ ഭാഗത്തും ഹിന്ദുക്കളടക്കം ഇങ്ങനെ കാത്തു നിൽക്കുമത്രേ. അവരുടെ മുന്നിൽ നടന്നു പോകാനുള്ള ഒരു മടി, ബഹുമാനപ്പെട്ടവർ തിരിച്ച് ഗേറ്റിൻ്റെ അടുത്ത് വന്ന് തിരിച്ചു മടങ്ങുമ്പോഴാണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. സത്യത്തിൽ ഇമാമന ശാഫിഈ തങ്ങൾ പറയുന്നുണ്ട്, ലൗലം യകുനിൽ ആലിമു വലിയൻ ഫലൈസ ലില്ലാഹി വലിയുൻ എന്ന്. ആലിം വലിയാണ്, ആലിം വലിയല്ലെങ്കിൽ പിന്നെ വലിയില്ല എന്നാണ്.
നജീബ് മൗലവി എന്നത് അതിനർഹനായ ഒരാളാണ്. ഒരാൾക്ക് അവാർഡ് കൊടുക്കാമെങ്കിൽ ഇവിടെ വളരെ അർഹനായ ഒരാൾ ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദാണെന്ന് ഞാൻ വളച്ചുകെട്ടില്ലാതെ പറയുകയാണ്. എൻ്റെ മുന്നിലുള്ളത് എനിക്ക് തോന്നിയത് വളച്ചുകെട്ടില്ലാതെ പറയുന്ന ഒരു രീതിയാണ് എൻ്റേത്. ആ നിലക്ക് ഞാനത് പറയുകയാണ്. അദ്ദേഹവും ഞാനും പ്രത്യേകിച്ച് 2 സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. എന്നിട്ടും വളരെ ചാരിതാർത്ഥ്യത്തോടെയും വളരെ ആത്മാർത്ഥമായും എനിക്കത് പറയാൻ കഴിയും. അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിലനിർത്താൻ തൗഫീഖ് ചെയ്യട്ടെ. പണ്ഡിതന്മാർക്ക് 2 തരം അപജയം സംഭവിച്ചിരിക്കുന്നു. ഒന്നാമതായി പള്ളി ദർസിനെ നമ്മൾ കൊന്നുകളഞ്ഞു. പള്ളി ദർസിനെ കൊന്നുകളഞ്ഞത് അമീഖായ വിജ്ഞാനം സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ കാരണമായി. ബഹുമാനപ്പെട്ടവർ ഇരുത്തം ചെന്ന ഒരു പണ്ഡിതനാണ്. അതിന് കാരണം അടിസ്ഥാനപരമായി പള്ളി ദർസാണ്. വണ്ടൂരിലൂടെ പോകുമ്പോഴെല്ലാം ഞാനൊരു ഫാത്തിഹ ഓടാറുണ്ട് എൻ്റെ മഹാനായ സദഖത്തുള്ള ഉസ്താദിന്. അല്ലാഹു തആല അവരെയും നമ്മയും ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നിങ്ങൾ വിചാരിക്കുന്ന പക്ഷപാതിത്വമൊന്നും എനിക്കില്ല. അല്ലെങ്കിൽ ഞാൻ നന്മയുടെ പക്ഷത്താണ്. നിലവിലുള്ള രീതികളിലൊക്കെ ഞാൻ അശാന്തനുമാണ്. ഞാൻ സംതൃപ്തനല്ല. പണ്ഡിതന്മാർ തികച്ചും ഉത്തരവാദിത്തത്തിൽ നിന്ന് പുറകോട്ട് പോയിരിക്കുന്നു. അത് വളരെ വ്യക്തമായി പറയാതിരിക്കാൻ നിർവാഹമില്ല. സ്ഥാപനങ്ങൾ കേരളത്തിൽ കൂടരുതായിരുന്നു എന്നൊരഭിപ്രായമാണ് എൻ്റേത്. സ്ഥാപനങ്ങൾ കൂടിയത് വിജ്ഞാനം നശിക്കാൻ കാരണമായി. ഉലമായിൻ്റെയും ഉമറായിൻ്റെയും പണി ഇപ്പോൾ ഉലമാ ചെയ്യുകയാണ്. അത് വളരെ ദൂരവ്യാപകമായ നാശം സമൂഹത്തിൽ ഉണ്ടാക്കും. എന്തു പേരാണെങ്കിലും നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും അല്ലെങ്കിലും മുമ്പും നിങ്ങൾ യോജിക്കുന്നത് നോക്കി പറഞ്ഞ ഒരാളല്ല ഞാൻ. അങ്ങനെയൊക്കെ പറയുകയാണ്. അത് വളരെ ഗൗരവമായി നാം ചിന്തിക്കണം. ഉലമായിൻ്റെ ഉത്തരവാദിത്തം വളരെ അമീഖായ വിജ്ഞാനങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് നടപ്പിൽ വരുത്തേണ്ട ഉത്തരവാദിത്തമാണ് ഉമറാഇൻ്റെത്. നോക്കൂ, നിങ്ങൾ ബിദ്അത്ത് വളരെ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് അവർക്കൊരു ഭൗതിക സാഹചര്യമുണ്ട്. രണ്ടാമതായി മനുഷ്യർ മുഴുവനും നിഷേധികളാണ്. ഈ നിഷേധം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസവും നിഷേധമാണ്, ഒക്കെ നിഷേധമാണല്ലോ. ഈ ബിദ്അത്തിനെതിരെ അതിശക്തവും ഒറ്റക്കെട്ടുമായി രംഗത്ത് വരാൻ നമുക്ക് കഴിയണം. ഈ വിഷയത്തിൽ വളരെ ഗൗരവമായ താല്പര്യം നാം എടുക്കേണ്ടതാണ്. നമ്മൾ തമ്മിൽ സമസ്ഥാന ഇങ്ങനെയൊക്കെയുള്ള സംഘടനകൾ, ഇനി ബഹുമാനപ്പെട്ട എ.പി. അബൂബക്കർ മുസ്ലിയാർ, ഇങ്ങനെയൊക്കെ വിവിധങ്ങളായ മൂവ്മെന്റ്സുകൾ ഇവിടെ കേരളത്തിലുണ്ട്. പക്ഷേ ഇസ്ലാമിക അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ധർമ്മത്തിൽ ഒരുമിച്ച് മുന്നേറുക എന്ന ഒരു താല്പര്യം നാം ചെയ്യേണ്ടതാണ്. അടിസ്ഥാനപരമായ സത്യം ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅ ഈ വിഷയത്തിൽ വളരെ ഗൗരവം വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു സേവനമാണ് ബഹുമാനപ്പെട്ട വന്യരായ നജീബ് ഉസ്താദ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധാരാളം ആളുകളെ അവരുടെ സംഘടനകളുടെയോ അവരുടെ ഉസ്താദുമാരുടെയൊക്കെ എന്നൊന്നും പരിഗണിക്കാതെ എല്ലാവരെയും ഉൾപ്പെടുത്തി വളരെ വിശാലവും വളരെ പ്രധാനപ്പെട്ടതുമായ ചില പരിപാടികൾ നടത്താൻ ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദ് തയ്യാറായി. നേർക്കുനേർ പരിപാടികളൊക്കെ വലിയ വിജയം കാണുകയും ചെയ്തു. ഞാൻ ഇതുവരെ സദഖത്തുൽ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യാതെ ഒരു പരിപാടി കോഴിക്കോട് നടത്തിയിട്ടില്ല. നിങ്ങളെല്ലാവരും ഉണ്ടാകാൻ വേണ്ടിയോ കാണാൻ വേണ്ടിയോ കേൾക്കാൻ വേണ്ടിയോ അല്ല. നിങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാനിത് പറയും. എനിക്ക് നിങ്ങളൊന്നും അത്ര വലിയ വിഷയമല്ല. അതുകൊണ്ട് അഭിപ്രായക്കേടുകൾ സംഘടനാപരമായി ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ വിഷയത്തിൽ ഒരു യോജിച്ച ഒരു രീതി കൂടി കൊണ്ടുവരൽ നന്നായിരിക്കും. നമ്മളൊക്കെ തമ്മിൽ നമ്മളെ മനസ്സ് നമ്മൾ വിശാലാക്കണം. ഏറ്റവും വലിയത് വിശാലമായ മനസ്സാണ്. ഈ പ്രാർത്ഥന സയ്യിദുനാ മൂസ ഇതാണ് ഏറ്റവും വലുത്. നുസ്രത്തുൽ അനാമിൽ എന്നെ വിമർശിച്ച് ലേഖനം എഴുതി. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ നജീബ് ഉസ്താദിനെ വിളിച്ചു. ഞാൻ നജീബ് ഉസ്താദിനെ വിളിച്ചു. ബഹുമാനപ്പെട്ട സമദ് മൗലവി എന്ന മഹാനവർകളാണ് അത് ലേഖനം എഴുതിയതെന്നും എന്നോട് പറഞ്ഞു. ബാപ്പ എന്നോട് പറഞ്ഞു, സമദ് എൻ്റെ വലിയ ചങ്ങാതിയായിരുന്നു എന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഞാൻ ആ വാക്ക് സ്വീകരിച്ചു. ഞാൻ ആ വാക്ക് ഉൾക്കൊണ്ടു. വളരെ നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ്. അതൊക്കെ ശരിയായിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒന്നാണ്. ഇത് നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കും എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളുടെ ഈ മുഖത്തെ പുഞ്ചിരി. നമ്മുടെ ലക്ഷ്യം ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ആശയമാണ്. എന്നെപ്പോലെയുള്ള ചെറുപ്പക്കാർക്ക് അബദ്ധം സംഭവിക്കുമ്പോൾ തീർച്ചയായും ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ നേതാക്കൾ തിരുത്തണം.
ഇവരാരെന്ത് പറഞ്ഞാലും ഞാൻ അത് സ്വീകരിക്കും. എന്തുകൊണ്ട്? ഇവരൊക്കെ നല്ലവരും പണ്ഡിതന്മാരും ഉത്തരവാദിത്ത ബോധമുള്ളവരും സമൂഹത്തിൽ നന്മ കാക്ഷിക്കുന്നവരുമാണ് എന്നുള്ള ആ ഒരു ബോധം എന്നും ഞാൻ നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും എന്നെ ഇങ്ങോട്ട് ക്ഷണിക്കപ്പെട്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ സാദാത്യങ്ങളും ഈ പടയണിയായ ആലിമീങ്ങളും ഇവരെ മുന്നിലാക്കി മറ്റെന്തൊക്കെ അഭിപ്രായക്കേടുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് നന്മക്ക് വേണ്ടിയാകാം എന്ന് കരുതി മാറ്റിവെച്ച് യോജിക്കാവുന്ന തലങ്ങളിലൊക്കെ യോജിച്ച് നല്ല നിലക്ക് മുന്നോട്ട് പോകാം എന്ന് വളരെ താല്പര്യത്തോടെ അപേക്ഷിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നാദാപുരത്തെ പൗരപ്രമുഖൻ പി ഷാദുലി സാഹിബ് ഇസ്ലാമിക പ്രവർത്തന രംഗത്തും രാഷ്ട്രീയ രംഗത്തും സജീവമായ സാന്നിധ്യം. എഴുത്തുകാരനും ചിന്തകനും പ്രഭാഷകനുമായ പി ഷാദുലി സാഹിബ് നാദാപുരം കീഴ്ണവൂരുടെ ഇഷ്ടക്കാരിൽ പ്രമുഖനാണ്. അദ്ദേഹമാണ് ഇനി നമ്മോട് സംസാരിക്കുന്നത്. പി ഷാദുലി സാഹിബ് അവരുടെ അധ്യക്ഷർക്ക് വേണ്ടി ബഹുമാന പുരസ്സരം ക്ഷണിക്കുകയാണ്. നജീബ് ഉസ്താദിനെ സംബന്ധിച്ചുള്ള പ്രകീർത്തനങ്ങൾ ദീനിനെ സംബന്ധിച്ചുള്ള പ്രകീർത്തനങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പ്രകീർത്തിക്കുന്നത് മുഖസ്തുതിയല്ലല്ലോ. അപ്പോൾ റസൂലിൻ്റെ പിൻഗാമികളാണ് പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരെ പ്രകീർത്തിക്കുന്നത് ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ ഇവിടെ നടന്ന എല്ലാ പ്രസംഗങ്ങളും പ്രാർത്ഥനകളാണ്. നജീബ് ഉസ്താദിൻ്റെ ദീർഘായുസിന് വേണ്ടിയുള്ള പ്രാർത്ഥന, ദീനി ചൈതന്യം ഇനിയും നാൾക്കുനാൾ ഖിയാമം വരെ നിലനിർത്തുവാനുള്ളൊരു പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ ഞാനും മഹാനായ നജീബ് ഉസ്താദിൻ്റെ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നിലനിന്നിട്ട് വേണം യഥാർത്ഥ ദീൻ ഈ കേരള സംസ്ഥാനത്തിൽ പൊലിപ്പിച്ച് കാണിക്കാൻ. കരാളമായ അന്തരീക്ഷത്തിലെ ഒരു രജതരേഖയാണ് മഹാനായ നജീബ് മൗലവി സാഹിബ്. ചരൽക്കൂമ്പാരത്തിലെ മുത്തുമണിയാൻ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ജീവിതം പ്രോജ്വലമായി ഇനിയും ദീനിൻ്റെ ഉജ്ജ്വല പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിൽ അഭംഗുരം പ്രസരിപ്പിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അദ്ദേഹത്തോട് നിങ്ങളോടും ഞങ്ങളുടെയൊക്കെ ദീനീ പ്രവർത്തനം അള്ളാഹുവിൻ്റെ വക്കിലുള്ള ഒരു പുണ്യ അമലായി കബൂൽ ചെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി അവാർഡിൻ്റെ പേരിൽ ഒരു ആശംസ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. കേരള സംസ്ഥാന മതവിദ്യാഭ്യാസ ബോർഡിൻ്റെ ചെയർമാൻ മൗലാന മുഹമ്മദ് അസ്ഗർ മുസ്ലിയാർ അവർകളാണ്. അധ്യക്ഷർക്ക് വേണ്ടി മഹാനവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഞാൻ ഈ നജീബിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് ഞങ്ങളുടെ കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മൂപ്പര് വണ്ടൂരിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ വണ്ടൂർ വലിയവരുടെ അടുത്തൊരു ആളാണെന്ന് എന്ന നിലക്ക് കുറേ കാലം ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ബഹുമാനപ്പെട്ട ശൈഖുന തങ്ങൾക്ക് സുഖമില്ലാതിരിക്കുന്ന അവസരത്തിൽ ഷൊർണൂർ ചികിത്സക്ക് വന്നു കുറേ കാലം. ഇപ്പോൾ ഒരു പ്രാവശ്യത്തിന് സംസാരിച്ച് പറഞ്ഞു, നജീബ് തിരക്കണമൊന്നുമില്ല, നജീബിനെ പറ്റുമോ ഇല്ലേ പറ്റും എന്ന് അവിടുന്ന് പറഞ്ഞപ്പോൾ പിന്നെയാണ് കൂടുതൽ ഞാൻ ഈ നജീബിനെ പറ്റി കൂടുതൽ കുറച്ചൊക്കെ ചിന്തിക്കാനും ആലോചിക്കാനും തുടങ്ങിയത്. ഈ നജീബ് ഉസ്താദിന് അവർക്ക് പഠിച്ചു ആഫിയത്തൊക്കെ കുറെ കുറഞ്ഞ ആളാണല്ലോ, എന്താ വ്യക്തിത്വം ഉള്ളതൊന്നുമില്ല, ശാരീരികമായൊക്കെ വളരെ മോശം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനീ രംഗത്ത് സേവനം വർദ്ധിക്കാൻ ആഫിയത്തും ഫറാദും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നമ്മളെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രതിനിധി എന്ന നിലക്കും മറ്റുള്ള എല്ലാ നിലക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ആജ്ഞാശക്തി കൊണ്ട് മറ്റുള്ളവരെ വിരൽ തുമ്പിൽ ഒതുക്കി നിർത്തുന്ന നാദാപുരം ഖാദിമാരിൽ പ്രമുഖനായ മേനക്കോത്ത് അഹ്മദ് മുസ്ലിയാർ ഇനി ആശംസയർപ്പിക്കാൻ നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ്. ഒരു മഹാ ആളുടെ ഒരു പേരിലായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട നജീബ് മൗലവിക്ക് കൊടുത്ത അവാർഡ്. നജീബ് മൗലവി പറ്റി ഇപ്പോൾ എന്തെങ്കിലും പറയുന്നത് ഒരു അധിക പ്രസംഗമായി പോകുന്ന എനിക്ക് തോന്നുന്നുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ചെയ്ത എല്ലാം ഒരു പൊരുത്തത്തിലാക്കി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് സാധിക്കുന്നു. അസ്സലാമു അലൈക്കും. ആരുടെ മുന്നിലും ചങ്കൂറ്റത്തോടെ സത്യം തുറന്നു പറയുന്ന മഹാപണ്ഡിതൻ, നൂറുകണക്കിന് വിജ്ഞാന മലരുകളെ വാർത്ത പണ്ഡിത ശ്രേഷ്ഠർ. വർക്കല ജാമിയ മന്നാനിയയിൽ ഷെയ്ഖുൽ ഹദീസ് മൗലാന ബീരാൻകുട്ടി മുസ്ലിയാരാണ് ഇനി ആശംസയർപ്പിക്കാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. അധ്യക്ഷർക്ക് വേണ്ടി മഹാനവറുകളെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ്.
ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ മൗലാന ശംസുൽ ഉലമായി വദ്ദീൻ മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ ഖുതുബി റളിയല്ലാഹു അൻഹു ആയിരങ്ങളെ മുന്നിൽ നിന്ന് പറഞ്ഞ ഒരു വാക്ക് അത് സാക്ഷാത്കരിക്കപ്പെടുന്ന ദിനമാണ് ഇതെന്ന് മനസ്സിലാക്കി ഞാൻ മന്നാനിയിൽ നിന്ന് വന്നതാണ്. ഖുതുബി തങ്ങളുടെ ധാരാളം ശിഷ്യന്മാര്, വലിയ വാചാലന്മാര്, വാഗ്മികളുള്ള സദസ്സ് കക്കാട് വെച്ച് അവര് പറഞ്ഞു, ഉദ്ഘാടനം ചെയ്ത് 2-3 വാക്കുകൾ പറഞ്ഞ് ഇനിയെല്ലാം സദഖ പറയും എന്ന്. അന്ന് മഹാനരായ താജുൽ ഉലമയെ സംബന്ധിച്ച് നമുക്ക് അറിയൂല ആരാണ് ഇത് എന്ന്. ആ സദഖ പറയും എന്ന് പറഞ്ഞ ആ വാക്ക് മഹാനായ ശൈഖുന താജുൽ ഉലമായുടെ മഹാനരായ ശംസുൽ ഉലമായി വദ്ദീൻ മൗലാന മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ ഖുതുബി റളിയല്ലാഹു അൻഹുമ അവരുടെ അഭിപ്രായങ്ങൾ നജീബ് മൗലയുടെ നാവിൽ കൂടിയും അദ്ദേഹത്തിന്റെ പേരയിൽ കൂടിയും അല്ലാഹു തആല ആക്കിയിരിക്കുന്നു. സുന്നി യുവജന ഫെഡറേഷന്റെ അധ്യക്ഷർ സയ്യിദ് കൊടക്കൽ കോയഞ്ഞി തങ്ങൾ സുന്നി യുവജന ഫെഡറേഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആശംസ അർപ്പിക്കാൻ എത്തുകയാണ്. മഹാനവറുകളെ അധ്യക്ഷർക്ക് വേണ്ടി സ്നേഹപൂർവം ബഹുമാനപൂർവം ക്ഷണിക്കുകയാണ്. 30-30 വർഷത്തിലധികം ബഹുന്നരായ ഓറിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് രാത്രിയും പകലും കഠിനാധ്വാനം ചെയ്ത് മനസ്സിലാക്കിയ ശിഷ്യരെക്കാൾ ഒരുപാട് ഇൽമുകൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയിൽ നിന്ന് വളരെ പെട്ടെന്ന് കരസ്ഥമാക്കുവാൻ കഴിഞ്ഞു എന്നത് കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയിൽ പോലും ഉള്ള പണ്ഡിതന്മാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയും ഒരു സ്വഭാവവും ബഹുമാനർക്ക് ഉണ്ടായിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം നജീബ് ഉസ്താദ് ഒരു നാദാപുരത്തെ പള്ളിയിൽ വന്നാൽ അന്നത്തെ സബക്ക് മുഴുവൻ മുടക്കമാണ്. ഞങ്ങൾക്കാർക്കും ഓരടുത്ത് പോകാൻ വരെ സാധ്യമല്ല. ഞാൻ വളരെ എനിക്ക് ആ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയാതെ പോയി. അത്രയും സന്തോഷമുള്ള ചില സാഹചര്യങ്ങളായിരുന്നു അത്. ഇന്ന് നജീബ് വന്നിട്ടുണ്ട്, ഇന്ന് സബക്കൊക്കെ മുടക്കാൻ അവർ പറയാറുണ്ട്. ഈ വിധം ബഹുമാനപ്പെട്ടവരുടെ ആഴമേറിയ ആ വിജ്ഞാന സമുദ്രത്തിൽ നിന്ന് എത്രയാണ് കോരിയെടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം ഈ 2 കേരളത്തിലെ സമകാലികരായ ഉലമാക്കളിൽ നിന്ന് വിദ്യ നേടാൻ കഴിഞ്ഞ ഏക പണ്ഡിതൻ എന്ന കേരളത്തിൽ ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദ് അവറുകൾ മാത്രമാണ്. നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മനസ്സ് സമ്മിശ്ര വികാരങ്ങൾ കൊണ്ട് സ്മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയത്ത് പ്രതിസ്പന്ദം എങ്ങനെ വരും എന്നെനിക്കറിയുന്നില്ല. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖുതുബിയോറുടെ പേരിലുള്ള ഒരു അവാർഡ് എന്ന ഈ മഹത്തായ സമ്മാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓറുടെ പേർ ഇനിയും വരുന്ന ദശാബ്ദങ്ങളിൽ കേരളീയ സമൂഹത്തിൽ മുഴക്കുന്നതിന് വേണ്ടി സംവിധാനിച്ചതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൗദിയിലെ SYF-ലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, UAE SYF-ലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇവർ നൽകുന്ന അവാർഡിൻ്റെ തുക, ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ തുക അവർ തന്നെ സ്വകാര്യമായി പല വേളകളിൽ സമ്മാനിച്ചിട്ടുണ്ട്. കൊട്ടിഘോഷങ്ങളില്ലാതെ, ആർഭാട ചടങ്ങുകളില്ലാതെ, മറ്റാരും അറിയാതെ, വലം കൈകൊണ്ട് തന്നത് ഇടം കൈയേറാതെ, പലപ്പോഴും UAE SYF-ൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരുടെയും സൗദിയിലെ SYF-ൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരുടെയും വക
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തന്നിട്ടുണ്ട്. ഈ തുകയല്ല വലുത്. സമ്മതിപത്രം അല്ലെങ്കിൽ പ്രശസ്തിപത്രം ഇതൊക്കെ ഉപചാരങ്ങളാണ്. കേവലം അവാർഡിൻ്റെ പേരിലുള്ള ഉപചാരങ്ങളിലേറെ അത് പ്രത്യേകമായി സംഘടിപ്പിക്കുകയും അതിന് ജൂറിയെ ഏൽപ്പിക്കുകയും ആ ജൂറി പ്രഖ്യാപിക്കുകയും ചെയ്തതിൽ അവരുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹം, അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ശരിയായ ഹുബ്ബ്, അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള വാത്സല്യം എല്ലാമാണ് ഏറ്റവും വലിയ അവാർഡായി ഈ ചടങ്ങിന് മുൻപും ഈ അവാർഡിൻ്റെ വിവരം അറിയുമ്പോഴും കേൾക്കുമ്പോഴുമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെയും സുഹൃത്തുക്കളെയും എൻ്റെ മഹാന്മാരായ ഉസ്താദുമാർ അവരെ എല്ലാവരെയും ഇരുത്തിക്കൊണ്ട് പറയട്ടെ. ഇവിടെ കേരള സംസ്ഥാന സുന്നി യുവജന ഫെഡറേഷൻ്റെയും കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെയും കേരള സുന്നി ജമാഅത്തിൻ്റെയുമൊക്കെ സംഘടനാ രംഗത്തുള്ള ഒരു പ്രവർത്തകൻ, അല്പം സംസാരിക്കുന്ന ഒരു പ്രഭാഷകൻ, കുറേയൊക്കെ എഴുതുന്ന ഒരാൾ എന്നൊക്കെയാണ് അവാർഡിനാധാരമായി വിശേഷിപ്പിക്കപ്പെട്ടവ. ഇതൊന്നും ഈ കഴിഞ്ഞ 30 വർഷം പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ മഹാനായ ശൈഖുനാവറുകളുടെയും നാദാപുരത്ത് ഓറുടെയും ആശയങ്ങളും അഭിലാഷങ്ങളും താൽപ്പര്യങ്ങളും അവർ പ്രത്യേകമായി ഈ സമുദായത്തിന് പറയാനും പകരാനും വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആശയങ്ങളും കടമ നിർവഹിക്കുക, കൽപ്പനക്ക് വഴിപ്പെടുക, അവരുടെ ആജ്ഞകൾ ശിരസാവഹിക്കുക എന്ന നിലക്ക് മാത്രം ചെയ്തിട്ടുള്ളവയാണ്. ഇത്തരം ഒരു അവാർഡോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മാനമോ തുകയോ സംഖ്യയോ അത് പ്രവർത്തിക്കുന്ന കാലത്തോ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഏതെങ്കിലും ഒരു വേളയിലോ മനസ്സിലുദിച്ചിട്ടില്ല, ഉദിക്കുകയുമില്ല. പക്ഷേ ഇത്തരം ചടങ്ങുകളും ഇത്തരം സമ്മാന പരിപാടികളും അതിലേറെ പുകഴ്ത്തും വാഴ്ത്തുമെല്ലാം കേൾക്കുമ്പോൾ മനുഷ്യനല്ലേ, മനുഷ്യന്മാർക്ക് പലപ്പോഴും ഇബ്ലീസ് ചുളിവന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ചുളിവിലൂടെ കടന്ന് മനസ്സിൻ്റെ അകത്ത് എന്തെങ്കിലും ദുർബല വികാരങ്ങൾ, ദുഷിച്ച ചിന്തകൾ വരാനിടയായാൽ അത് നമുക്ക് ശാപമാകും, നമ്മുടെ സംഘത്തിന് മാനക്കേടാകും, നമ്മുടെ പ്രസ്ഥാനത്തിന് അപമാനമാകും. ഇത് വരാതിരിക്കാൻ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്നും പ്രാർത്ഥിക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവൻ്റെ ജീവനുകളായ ശംസുൽ ഉലമ ഹീനവോറുടെയും വണ്ടൂരിലെ താജുൽ ഉലമ ശൈഖുനായുടെയും ഒപ്പം അവരുടെ മഹാഗുരുവര്യരായ ഈ അവാർഡ് ഏതൊരു വലിയ വ്യക്തിത്വത്തിൻ്റെ പേരിലാണോ രൂപകൽപ്പന ചെയ്യപ്പെട്ടതെങ്കിൽ ആ മഹാശംസുൽ ഉലമായോടൊപ്പം അവരുടെ എല്ലാ മശായിഖുമാരുടെയും ശൃംഖലകൾ ചെന്ന് മുട്ടുന്ന ശഫീഉൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുംറയിൽ അവിടുത്തെ പതാക കീഴിൽ ഒത്തുകൂടുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ സ്നേഹം, ഈ മഹബത്ത് വഴിയായി ഒരുക്കി തരുമാറാകട്ടെ എന്ന് മാത്രം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരോട് സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കുന്നു. ബഹുമാന്യരും ആദരണീയരുമായ നമ്മുടെ മശായിഖുമാർ, ഉസ്താദുമാർ, അവരിത്ര പ്രയാസപ്പെട്ട് നടക്കാൻ പറ്റാതെ ഇരിക്കാൻ പറ്റാതെ വിഷമിച്ചുകൊണ്ട് ഈ ഒരു സംഗതിക്ക് വേണ്ടി എത്തിച്ചേരുകയാണല്ലോ. അവരെ ബുദ്ധിമുട്ടിക്കുന്നതിലും എന്നെപ്രതി പ്രയാസപ്പെടുന്നതിലും വേദനയുണ്ടെങ്കിലും അവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് ആ വാത്സല്യവും അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹവും അള്ളാഹുവിൻ്റെ പേരിൽ, റസൂലുള്ളാഹിൻ്റെ പേരിൽ, ഇസ്ലാം ദീനിൻ്റെ പേരിലുള്ള സ്നേഹമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്നേഹം നാം ഏവരെയും ആഖിറത്തിൽ പ്രകാശത്തിൻ്റെ കുർസിയിലും ജന്നാത്തുൽ ഫിർദൗസിൽ പിന്നാര നബിയുടെ ജിവാറിലും ഒരുമിച്ച് കൂട്ടാൻ വഴിയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ വിധത്തിലും അല്ലാഹു തആല അർഹമായ ജസാ നൽകുമാറാവട്ടെ. നിങ്ങളുടെ വിശാലമായ മനസ്സിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹിക്കുന്ന ജസാ നൽകി പരലോകത്ത് അല്ലാഹു തആല അർഹിക്കുന്ന പുണ്യം നൽകുമാറാവട്ടെ എന്ന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും നിങ്ങൾക്കെല്ലാവരോടും ഒരിക്കൽ കൂടി ദുആ കൊണ്ട് അപേക്ഷിച്ചുകൊണ്ടും ഞാൻ ഇവിടെ വാങ്ങട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
വടക്കൻ കേരളത്തിലെ ആത്മീയ സാന്നിധ്യവും സുന്നി കേരളത്തിന്റെ പുകഴ്പെറ്റ പരമ്പരയിലെ കണ്ണിയുമായ സയ്യിദ് സൈനുല്ലാബ്ദീൻ തങ്ങളാണ് ഇനി ആശംസയർപ്പിക്കുന്നത്. അദ്ദേഹത്തെ അധ്യക്ഷർക്ക് വേണ്ടി ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ്. നാട്ടിലേക്ക് വന്നപ്പോ പരിപാടിക്ക് വന്നിട്ട് ഇറങ്ങാൻ വേണ്ടി പോകാൻ വീണ്ടും പറഞ്ഞു പുസ്തകം, തങ്ങൾ എന്തിനാ ഇത്ര വിഷമിക്കുന്നു പുസ്തകം എന്ന് പറഞ്ഞു. എനിക്കറിയാം എന്റെ സ്നേഹം കൊണ്ടാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എനിക്കറിയാം. അവിടെ എത്തുമ്പോൾ അന്ന് എനിക്കെന്തെങ്കിലും തോന്നിച്ചു തരുമല്ലോ. നമ്മൾ അള്ളാന്റെ ദീൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണല്ലോ ഇത് പറയുന്നത്. എനിക്ക് കിട്ടിയില്ലെങ്കിൽ തന്നെ എന്താ, ഞാൻ തോറ്റുപോയാൽ എന്താ? അള്ളാന്റെ ദീനെ നിലനിർത്താൻ അള്ളാഹു വേറൊരാളപ്പം പ്രദാനം ചെയ്യും. അവിടെ എത്തുമ്പോൾ അന്ന് എനിക്ക് തോന്നിച്ചു തരും തങ്ങളതിന് പ്രയാസപ്പെടുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച കുറച്ച് ആരും ഒന്ന് ചോദിക്കട്ടെ, ആഴത്തും പിന്നെ ആരും ചോദിച്ചില്ല. ഉസ്താദിന്റെ അവതരണത്തോടുകൂടെ എല്ലാവർക്കും അവിടെ സംശയം തീർന്നു. മരിക്കുന്ന സമയം സന്തോഷത്തോടുകൂടെ മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അസ്സലാമു അലൈക്കും. പ്രൗഢമായ നിറഞ്ഞ സദസ്സിൽ നമ്മോടൊപ്പം പങ്കെടുത്ത പ്രമുഖർ സയ്യിദ് ഹാഷിം ബാഫഖി തങ്ങൾ കൊയിലാണ്ടി, അലി അക്ബർ മൗലവി, PS അബ്ബാസ് സാഹിബ് പഴയന്നൂർ, OK ഉമ്മർ സാഹിബ് വണ്ടൂർ, അബ്ദുൽ ഗഫാർ മൗലവി, വണ്ടൂർ ഹൈദരലി തുടങ്ങി നിരവധി വിശിഷ്ട വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സംബന്ധിച്ചു. UAE നാഷണൽ കമ്മിറ്റിയുടെ പ്രതിനിധി അഹമ്മദ് സ്വാദിഖ് ചെന്നൈ നിങ്ങളോട് നന്ദി പറയുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഈ പരിപാടി സംഘടിപ്പിക്കാൻ സംവിധാനിക്കാനും ഭാഗ്യം നൽകിയ അള്ളാഹുവിനെ UAE നാഷണൽ കമ്മിറ്റിക്ക് വേണ്ടിയും സൗദി നാഷണൽ കമ്മിറ്റിക്ക് വേണ്ടിയും അതിൻ്റെ ചാരിതാർത്ഥ്യവും സന്തോഷവും സദസ്സിനോടൊപ്പം പങ്കുവെക്കുന്നതോടൊപ്പം ഈ മഹത്തായ പരിപാടി അതിൻ്റെ സാമ്പത്തികമായ ഉത്തരവാദിത്വം മാത്രമാണ് UAE കമ്മിറ്റിയും സൗദി കമ്മിറ്റിയും ഏറ്റെടുത്തത്. അതേസമയം ഇങ്ങനെയൊരു പരിപാടി അതിൻ്റെ ഭൗതികമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയത് നമ്മുടെ SYF-ൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിക്കും അതുപോലെ ഇന്നിവിടെ പങ്കെടുത്ത ബഹുമാന്യരായ നമ്മുടെ നേതാക്കൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി. കാലം കാത്തിരുന്ന ഒരു മഹാമനീഷിയുടെ കാൽപ്പാടുകളാണ് നമുക്ക് മുന്നിൽ പതിയുന്നത്. നാടാകെ ഇരുട്ടുകൾ പരക്കുമ്പോഴും വെളിച്ചത്തിന്റെ തുരുത്തുകൾ നമുക്കായി കാണിച്ചു തന്ന ഒരു മഹാപണ്ഡിതൻ.